Good morning, everyone. Welcoming in all of you to the day 17 of 7 a.m. Business Club. Hi, everyone. എല്ലാവരും ഉണ്ടോ? എല്ലാവരും ഉണ്ട്. Good morning to you all. Okay, very good. Good All right. morning. Okay. So, ഇന്ന് നമ്മൾ 17ാമത്തെ ദിവസത്തിലോട്ട് കടന്നിരിക്കുകയാണ്. So happy to have to be blessed with this kind of experts in our platform. അതുപോലെ ഇന്നും നമുക്കൊരു നല്ല വ്യക്തിയെ ഈ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രി ഡിസ്കസ് ചെയ്യാൻ ഉതകുന്ന തരത്തിലുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. സോ ആർക്ക് in case if anyone doesn't know what is 7 a.m. Club, this is a platform where we do the conversation on a daily basis, which is started on January 1st and it continues for the 100 days. And yes, April 10 വരെ ഉണ്ടാവുന്ന ഒരു പ്രോഗ്രാമാണത് ഇൻഷാല്ലാ. സോ ബേസിക്കലി നമ്മളോട് ഉദ്ദേശിക്കുന്നത് ഓൾറെഡി ബിസിനസ് ചെയ്യുന്ന ആളുകൾ, ബിസിനസ്സിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ബിസിനസ് പഠിക്കുന്ന കുട്ടികൾ, അവർക്കൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, സാധാരണ ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്ക് 10-15 വർഷം ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ നിന്നും പരിചയമുള്ള ഒരാൾ, ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നോളജ് എന്ന് പറയുന്നത് നമുക്കൊരു പക്ഷേ പുസ്തകങ്ങളുടെ ഒരു 4-5 വായിച്ചാലും കിട്ടില്ല. സോ അവരുടെ എക്സ്പീരിയൻസിൽ നിന്നും ഇപ്പം അവിടെ തിയറിയും പ്രാക്ടിക്കലും മിക്സ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് നമുക്ക് കിട്ടും. അപ്പോൾ ആ രീതിയിൽ അവരുടെ ഒരു എക്സ്പെർട്ടൈസിനെ നമ്മൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ചൂഷണം ചെയ്യുകയാണ്. ബട്ട് എൻഡ് ഓഫ് ദി ഡേ നമ്മുടെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ പ്ലാറ്റ്ഫോമിൽ ലൈവായിട്ട് വരുന്ന ആളുകൾക്കും നാളെ നമ്മുടെ ഈ പ്രോഗ്രാം യൂട്യൂബിൽ കാണുന്ന ആളുകൾക്കൊക്കെ ഉപകാരമാവുന്ന ഒരു റെഫറൽ പ്ലാറ്റ്ഫോമായിട്ട് ഇത് ഫോർ ദ ഡെക്കേഡ്സ്, വർഷങ്ങളോളം നിലനിൽക്കാൻ പോകുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഇത് മാറുകയാണ്. ആൻഡ് സോ ഫാർ വളരെ നല്ല കമന്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. കമന്റ്സിനേക്കാൾ ഉപരി ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചാണ് നമ്മുടെ 7 AM ബിസിനസ് ക്ലബിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന ഒരു വോയിസ് നോട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയും, വേർ സം പീപ്പിൾ ആർ ഇൻസ്പയർഡ്. അവരും ഇതേപോലെ ഒരു വീക്ക്ലി 1 ലൈവ് പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ അവരും ഇതേപോലെ ഒരു പ്ലാറ്റ്ഫോം നമ്മളെ മോഡൽ ചെയ്ത് നമ്മളിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് തുടങ്ങി എന്ന് പറയുമ്പോൾ അത് മറ്റൊരു ഗുണമാണ്, അല്ലെങ്കിൽ മറ്റൊരു പോസിറ്റീവ് സൈഡ് എഫക്റ്റ് ആണ് നമ്മുടെ ഈ പ്രോഗ്രാമിന്. സോ ഐ എം സോ ഹാപ്പി ആൻഡ് ഐ ബിലീവ് ദാറ്റ് യു ഗൈസ് ആർ ഓൾസോ ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ടു ലിസൺ ടു ഈച്ച് ഓഫ് അവർ എക്സ്പേർട്സ്, ഈച്ച് ഓഫ് അവർ ഗസ്റ്റ്. സോ ഇന്ന് നേരത്തെ നമ്മൾ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തതുപോലെ ഇന്നത്തെ നമ്മുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓണ്ടർപ്രണർഷിപ്പ് ഇൻ ഹെൽത്ത് കെയർ എന്നുള്ളതാണ്. നമുക്കറിയാം, കോവിഡ് എന്നുള്ള ഒരു സംഭവം വന്ന സമയത്ത് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി നമുക്ക് നൽകിയ സപ്പോർട്ട്, സമൂഹത്തിന് നൽകിയ സപ്പോർട്ട് നമ്മളവരെ നമസ്കരിച്ചതാണ്. ആ ഒരു ഇൻഡസ്ട്രിയിൽ വളരെ ആക്റ്റീവായിട്ട്, വളരെ കമ്മിറ്റഡ് ആയിട്ട് ആ ഒരു കാലഘട്ടത്തിൽ വർക്ക് ചെയ്ത, ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വമാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. എനിക്ക് അദ്ദേഹത്തിനെ പേഴ്സണലി കുറച്ച് വർഷങ്ങളായിട്ട് അറിയുന്നതാണ്. അദ്ദേഹം ഒരേ സമയത്ത് തന്നെ ഹീസ് എ ഡോക്ടർ ആൻഡ് I would say he's an entrepreneur, because നല്ല ഐഡിയാസ് വെച്ച് നല്ല അസോസിയേഷൻസിലൂടെ എസ്പെഷ്യലി നമുക്കറിയാം, സാധാരണ അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി ഇതൊക്കെ ഡിഫറെന്റ് ലെയേഴ്സിലാണ് പോവാറുള്ളത്. നമ്മളൊരു അലോപ്പതി ഡോക്ടറെ കാണിച്ച് അത് കഴിഞ്ഞ് നമ്മളൊരു ഹോമിയോപ്പതിക്കിൻ്റെ അടുത്ത് പോകുമ്പോൾ മോസ്റ്റ് ഓഫ് ദി ടൈം വാട്ട് യൂഷ്വലി വി ഗെറ്റ് ഈസ് എ റോങ് കമന്റ്, ബാഡ് കമന്റ്. നിങ്ങൾ എന്തിനാ അവിടെ പോയത്, ആദ്യം ഇങ്ങോട്ട് വരണമെന്നുള്ള ചോദ്യമാണ് ചോദിക്കുക. അതാണ് കോമൺലി നമ്മൾ കണ്ടത്, ശീലിച്ചത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ സംവിധാനങ്ങളൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ബ്യൂട്ടിഫുൾ കൺസെപ്റ്റ് റൺ ചെയ്യണ, ഇതെല്ലാം അസോസിയേറ്റ് ചെയ്തുകൊണ്ട് സൊസൈറ്റിക്ക് ഗുണമുണ്ടാകുന്ന തരത്തിലുള്ള ബ്യൂട്ടിഫുൾ പ്രോജക്ട്സിന് ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. പക്ഷേ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്, അദ്ദേഹം ഒരു ഹോമിയോപ്പതിക് ഡോക്ടറാണ്, MD ആണ്. നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക്കലി ഇതൊന്നുമല്ല. നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വെൽബീയിങ് ഇൻഡസ്ട്രിയിലോട്ട്, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്തെല്ലാം അവർ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഏതെല്ലാം സിസ്റ്റംസ് ആണ് അവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. സാധാരണ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നത് പോലെ അല്ലല്ലോ. അപ്പോൾ അതിൻ്റെതായ പ്രോട്ടോകോൾസും സിസ്റ്റംസും ഒക്കെ ഉണ്ട്. ഇതൊക്കെ അറിയാനും അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഇൻഫർമേഷൻ ലഭിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണ്. സോ ഹു ഈസ് മിസ്റ്റർ Sreevals Menon, ഡോക്ടർ Sreevals Menon. അദ്ദേഹം ആക്ച്വലി തേർഡ് ആൻഡ് ലാർജസ്റ്റ് കോൺട്രിബ്യൂഷൻ ഇൻ ഗ്ലോബൽ ഹോമിയോപ്പതി ഫൗണ്ടേഷൻ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്.
and he has an NGO in homeopathy. It operates in 15 countries. 15ഓളം രാജ്യങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു NGO അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിൽ നടക്കുന്നുണ്ട്. ആൻഡ് മെനി മേജർ പേഴ്സണാലിറ്റീസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് പുള്ളിയുടെ സംവിധാനങ്ങളുള്ളത്. ഫോർ എക്സാമ്പിൾ ഇലാ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ഡോട്ടർ ഓഫ് ബാപ്പുജിയാണ്. അതേപോലെ അബ്ദുൾ സമദ് സമദാനി MP, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആളാണ്. അതേപോലെ മലേഷ്യൻ സെനറ്റർ ഡാറ്റുക് സുബ്രഹ്മണ്യൻ. ഇവരൊക്കെ പാട്രൺസ് ആയിട്ടുള്ള സംവിധാനത്തിനെ ലീഡ് ചെയ്യുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. സോ ഐ ഡോണ്ട് വാണ്ട് ടു give more that hype, because I know that he doesn't like it, but still welcome to this platform, Dr. Sreevals, Menon MD. Welcome, Brahman. Thank you very much. So happy to have be invited and being here. I hope your volume is okay. Can you hear me properly? Yes, I can hear you. Thank you. Yeah. Thank you. So എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ഞാൻ ഇങ്ങനെ ഒരു സംവിധാനത്തിലോട്ട് ഡോക്ടറിനെ ഇൻവൈറ്റ് ചെയ്തപ്പോ without any hesitation you have given me the time, yeah, and what made you to give me that time for this platform or this movement? If you ask me to say it in one word, it would be trust, because I've been watching you about for almost less than 2 decades. Am I right? Like 1.5 decades I puzzle I think the moment, like I've been coming to Dubai on a regular basis, then Europe like a kind of stopover space. You Oro events when I invite him, I have clearly seen what you were doing last hour moment. I think Kasesla or Mellara self-in the hall which the thing, the thread you have started running for almost a decade and a half. That brings a lot of trust in what you actually aim for. So I clearly know like where you are heading, and another 5 years or 10 years from now where you will be. Clarity or Okay, thank you very much. That made me say yes. Even without knowing what you were exactly planning, I said yes because I totally trust you. I know. Actually, എന്താണ് കാര്യം എന്ന് പൂർണ്ണമായിട്ട് അറിയുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ അത് സമ്മതം മൂളി. താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ് ട്രസ്റ്റ്. ആൻഡ് നമുക്ക് നമ്മുടെ ഈ ഒരു ടൈറ്റിലോട്ട് മൂവ് ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് ഒന്ന് ബ്രീഫായിട്ട്, മേ ബി ഇൻ എ 1 minute ടൈം യു ക്യാൻ പ്രോബ്ലി ഗിവ് എൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് വാട്ട് യു ഡു. Okay, very briefly, I'm basically a postgraduate homeopath. ഞാനൊരു 22 വർഷം മുമ്പ് ഇന്ത്യയിലത്തെ 3ാമത്തെ ബാച്ചിലെ MD കഴിഞ്ഞൊരു ഡോക്ടറാണ്. അതിനുശേഷം I wanted to do something extraordinary, കാരണം ഒരു സാധാരണ പ്രാക്ടീസും അങ്ങനെ ഒരു ക്ലിനിക്കും ഒരു കോൺസെപ്റ്റിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി I set on with ഒരു കുറച്ചും കൂടെ ലാർജർ ആയിട്ടുള്ള ഒരു എന്റർപ്രൈസും ഒരു കൂടുതൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സെക്യൂർഡ് ഗ്രോത്ത് ഒക്കെയുള്ള ഒരു പ്രോജക്റ്റ് പോലെ I started ആദ്യം ഒരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തു വിത്ത് ഫിസിയോതെറാപ്പി ലാബ് ആൻഡ് ഇൻപേഷ്യന്റ് ബെഡ്സ് ഒക്കെ. പിന്നെ അതും ഒരു 5 years കഴിഞ്ഞപ്പോൾ I felt something bigger need to be done. ആ ഒരു രീതിയിൽ I moved on with a multi-speciality clinic chain. I think probably the first in South India mostly. അത് മറ്റു ചില പ്ലാറ്റ്ഫോംസ് ഉണ്ടെങ്കിൽ കൂടി അതൊന്ന് കുറച്ച് വിഭിന്നമായിട്ട് നമ്മളൊരു എല്ലാ ഡിസ്ട്രിക്റ്റിലും ഓരോ സെന്റർ എന്നുള്ള രീതിയിൽ I think I initiated that process. ആദ്യം കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കൊച്ചി ആൻഡ് ട്രിവാൻഡ്രം ആണ് സ്റ്റാർട്ട് ചെയ്തത്. People trusted me. They started investing into my idea. And അതിലൊരു ബേസിക്കലി ഒരു 20-25 ഡോക്ടേഴ്സും ഒരു 6 to 7 specialties. അതും basically start ചെയ്ത enterprise. Today I think has run into about more than 200 doctors attached. ആ ഒരു എയിംസ് ഹോമിയോപ്പതിയുടെ കാര്യമാണ് പറയുന്നത്. അത് കൂടാതെ we have about 18 to 20 installations. നമുക്ക് 2 undergoing process. അപ്പോൾ 20 നമുക്ക് കേരളത്തിലുണ്ട്. We have outside Kerala also. We have in Coimbatore and Bangalore now. We are planning to come out into the international sector also soon. And parallelly ഞാൻ എൻ്റെ സ്വന്തം ചെയിൻ ആയിട്ടുള്ള RM ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് കൊണ്ട് എൻ്റെ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത ഹോസ്പിറ്റലിനെയും I transformed into a chain of clinics which we operate in Malabar. From Chavakkad to Kasaragod, we have about 20 centers. So this is what we do. Our USP basically specialty segment. I think Government of Kerala, AIHMS Summit, they invited me to as a guest on one of the plenary platforms. I think recently, 3 years back. I was surprised because it was a government project and they invited me, and that's the day I found I'm the first to actually give a thrust to specialty healthcare in homeopathy in Kerala. So I think this is what I do. And apart from this, yes, I am into the general segment of homeopathy on the global sector. Global Homeopathy Foundation is an NGO. മൂന്ന് കാര്യങ്ങൾ, ഹോമിയോപ്പതിനെ പ്രൊമോഷൻ ഓഫ് ഹോമിയോപ്പതി, ഓർഗനൈസേഷൻസിനെ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അതിനോടൊപ്പം തന്നെ
നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ സഫർ ചെയ്യുന്ന ഇന്റർനാഷണലി ഏത് കൺട്രി ആണെങ്കിലും അവിടെയൊക്കെ എയ്ഡ് എത്തിക്കുക, ഹോമിയോപ്പതിയുടെ റിസർച്ച് പ്ലാറ്റ്ഫോംസിനെ എത്രയും സപ്പോർട്ട് ചെയ്യുക. Now the recent and the most I think the fourth, or maybe you can call it the fourth thing, is I am working into integrated and interdisciplinary models. Adana actually future of healthcare. Our area, like here, I am coming up with a major project. This is going to be probably my last one in my life because this is so huge. And one of the main installations will be in Dubai. And we are working for that, primary installation in Dubai and Cochin. രണ്ട് മൂന്ന് ആദ്യത്തെ ഇൻസ്റ്റലേഷൻസിൽ ഒന്ന് UAE ലായിരിക്കും. And that is a mammoth program, and we are connecting with a lot of people like IBM, അങ്ങനെയൊക്കെയുള്ള അവരുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വെർച്വൽ റിയാലിറ്റി, ഇങ്ങനത്തെ എല്ലാ മേഖലകളുമായിട്ടുള്ള ഒരു പ്രൈമറി ലെവൽ ഓഫ് ഡിസ്കഷൻസും ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. സോ ദാറ്റ് ഇസ് ഗോയിങ് ടു ബി എ സർപ്രൈസ്. ഐ എം നോട്ട് ഗിവിംഗ് ഔട്ട് ദ ബ്രാൻഡ് നെയിം നൗ, but it's surely coming in another 2 years' time. Mostly Dubai will see its first installation there. Thank you. Okay, all right. So happy that you're going to start even bigger things. Yeah, all the very best in advance. Okay, so ഞാൻ ആക്ച്വലി നോക്കിക്കാണുന്നത് ഇന്നൊരു പക്ഷേ ഏറ്റവും എനിക്കറിയില്ല, എൻ്റെ ഒരു ഗസ് എന്ന് പറയുന്നത് ഏറ്റവും നല്ലപോലെ പണം ഒഴുകുന്ന ഇൻഡസ്ട്രീസിൽ പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രിയാണ് വെൽബീങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഒരുപക്ഷെ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു ഇൻഡസ്ട്രി ഒരു ഭാഗത്തുണ്ട്, പിന്നെ ഹോളിവുഡ് സിനിമ മറ്റൊരു ഭാഗത്തുണ്ട്, ഒരുപക്ഷെ ട്രെയിനിങ്, ഇന്റർനാഷണൽ ട്രെയിനിങ് മറ്റൊരു ഭാഗത്തുണ്ട്. ഇതിനോടൊക്കെ തന്നെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഫിനാൻഷ്യലി ഒരു ഹൈ ഇക്കോണമി ആയിട്ട് നിൽക്കുന്ന സംവിധാനമാണ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരുപക്ഷെ മനുഷ്യന്റെ ജീവിതത്തിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന സംവിധാനം കൂടിയാണ്. ഐ മീൻ എൻഡ് ഓഫ് ദി ഡേ വിദ്യാഭ്യാസം എന്നുള്ളതൊക്കെ ആവശ്യമാണ്, പക്ഷെ ഏറ്റവും പ്രധാനം നമ്മുടെ ആരോഗ്യമാണ്. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊക്കെ ഇന്ത്യയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, അവിടെ സാധ്യതയുള്ള ഒരുപക്ഷെ ഭാവിയിൽ അടുത്ത ഒരു 10-20 വർഷത്തേക്ക് ഡോക്ടറുടെ അഭിപ്രായത്തിൽ കാണുന്ന ഓപ്പർച്യൂണിറ്റി എന്തൊക്കെയാണ്? ഞാൻ ചോദിക്കുന്നത്, ഹെൽത്ത് കെയറിൽ തന്നെ നമുക്കിപ്പോൾ ഫാർമസി എന്നുള്ളതോ, അല്ലെങ്കിൽ ക്ലിനിക്ക് എന്നുള്ളതോ, അല്ലെങ്കിൽ ജിം എന്നുള്ളതോ, ഇതൊക്കെ ഹെൽത്ത് കെയർ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. സോ എന്തൊക്കെ സാധ്യതകളാണ് അടുത്തൊരു 10-20 വർഷത്തേക്ക് ഡോക്ടർക്ക് സ്പെസിഫിക്കലി കാണാൻ പറ്റുന്നത്? അതിനെ കുറിച്ചൊന്ന് സംസാരിക്കൂ പ്ലീസ്. നമ്മൾ മിഡിൽ ഈസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ, ഇൻ മൈ പെർസ്പെക്റ്റീവ്, നമ്മൾ 2 ബ്രാക്കറ്റ്സിൽ കാര്യങ്ങളെ കൊണ്ടുവരും. ഒന്ന്, അധികം പെനട്രേഷൻ ഇല്ലാത്ത സോൺസ്, ലൈക്ക് ഐ എം ടോക്കിംഗ് അബൌട്ട് ഗൾഫ് GCC കൺട്രീസിനെ കുറിച്ചൊക്കെ നമ്മൾ ജനറലി പറയുകയാണെങ്കിൽ, ഒരുപാട് ഇന്റർനാഷണൽ പെനട്രേഷനും ഹെൽത്ത് കെയറിനെ കുറച്ചും കൂടി കൺസർവേറ്റീവ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ വിടുന്ന കൺട്രീസ് ഉണ്ട്. Then there are places like UAE, Oman, to a large extent Bahrain. I think, yeah, maybe these 3 actually need a special mention. അപ്പം ഈ ഒരു കുറച്ച് കൺട്രീസിൽ ഹോമിയോപ്പതിയിൽ, സോറി, ഇൻ ജനറൽ, ഐ എം ടോക്കിംഗ് അബൌട്ട് ഇൻ ഹെൽത്ത് കെയർ ഇൻ ജനറൽ, അതിന്റെ സ്കോപ്പ് അൺലിമിറ്റഡ് ആണ്. ഐ തിങ്ക് if I'm right, Kingdom of Saudi, KSA, അല്ലെങ്കിൽ Saudi Arabia is also opening up in a big way in their most innovative projects. So I think it is going to transform something like how Dubai has opened up to the international sector. അപ്പോൾ ഇത്തരം ഏരിയകളിൽ I think the first thing to be most reliable in rolling across would be healthcare sector, because ഒരു ട്രസ്റ്റ് ഫാക്ടർ ആ ഒരു കൺട്രീസിനോട് എന്താ പറയുക പബ്ലിക്കിന് വരുന്നതും, and when people start moving out, when you have an international community flocking into your country, and their families and their support systems and all these things, the parallel thing which actually is required in a modern kind of lifestyle. ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിലാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസസിന്റെ ഒക്കെ ഒരു ഹ്യൂജ് ത്രസ്റ്റ് നമുക്ക് ഉണ്ടാവുന്ന സമയത്ത് ഐ തിങ്ക് ഹെൽത്ത് കെയർ വുഡ് ബി ദ ബെസ്റ്റ്. നമുക്ക് ഐസ് ക്ലോസ്ഡ് ആയിട്ട് നമുക്ക് കൂടുതൽ ഇൻവോൾവ് ചെയ്യാനും, അതിന്റെ ഫൈനാൻഷ്യൽ പാർട്ട്ണറിങ് ചെയ്യാനും, ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് മാറാനും, ഇനി ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് മാറാനും, ഇൻ എനി വേ, ലൈക്ക് ഇഫ് യു ഹാവ് അതിലൊരു പ്രിവിലേജിങ് കപ്പാസിറ്റി, നോളജ് ഉണ്ടെങ്കിൽ, യു ഷുഡ് ഗെറ്റ് ഇൻവോൾവ് ഇൻ ടു ദ സിസ്റ്റം, ബിക്കോസ് ദാറ്റ് ഹെൽപ്സ് യു മോർ ടു റെപ്ലിക്കേറ്റ്. ആൻഡ് പ്രോബ്ലി ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റർ ആയിട്ട് ഒരു ബെഞ്ചിന്റെ മുകളിൽ ഇരിക്കുന്നതിലും നല്ലത് യു ക്യാൻ ആക്ച്വലി ബി an inclusive investor, which actually I would vouch for people who actually are slightly more brilliant than others. So this is I think a big take in the future, like next maybe 10 years in the making of in this renewed making of GCC in Middle East. I think the Middle East is going through a renewed transition, and I'm sure you would agree.
There's a lot of countries opening up. Qatar is opening up to alternative. I think it's opened up. Gaps and when I say the good things also, I should also say about some gaps which actually need to be filled. As a political will, GCC I think influence based, vasa based will movie the konduvaranda karyam endanu vechal ഒരു കുറച്ചും കൂടെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഈ യൂറോപ്യൻ advisors to many of the royal families actually working on it. This has been my roadblock in many times, so which I want to share it's a close group, I hope, so I can share it here. Our roadblock is really a problem. If the same roadblock is with the Supreme Council of Health in Qatar, and I think representative same similar bodies in other countries also in GCC, where they give a different picture about traditional complementary alternative medicine to the ruling family sometimes, which does not work in UAE. UAE work here, Oman work that is not working at all in Bahrain. But in other GCC countries, probably they will work a little. Other Saudi work Qatar anyway it's working. That is why all regulation and traditional complementary alternative medicine, one of the most sought. Modern medicine are saturated on Qatar. ആ സമയത്ത് ഈ ഒരു ട്രഡീഷണൽ കോംപ്ലിമെന്ററി ഓൾട്ടർനേറ്റീവ് മെഡിസിൻ അവിടുത്തെ എല്ലാ ഹെൽത്ത് കെയർ എന്റർപ്രൈസസും ഇൻക്ലൂഡിംഗ് ആസ്റ്റർ ഇസ് റെഡി ടു ആക്ച്വലി റോൾ ഔട്ട് എനിത്തിങ് ഫോർ ദാറ്റ് മാറ്റർ. അപ്പൊ ഡാറ്റ ഫ്ലോ കഴിഞ്ഞിട്ട് ഏകദേശം 70-100 ഡോക്ടർമാർ വെയിറ്റ് ചെയ്യുക. ഡാറ്റ ഫ്ലോ പ്രോസസ് ഓഫ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ലാസ്റ്റ് 3 to 5 years ആയിട്ട്. സോ ദീസ് കൈൻഡ് ഓഫ് ആ ഒരു നമുക്ക് കുറച്ചും കൂടി ആ ഒരു ആസ്പെക്റ്റും കൂടി ഉണ്ടെങ്കിൽ sky is the limit. So this is one few small checks and bounds, but otherwise these countries are going to open up in a big way, and I think this will be handled. I think it is handled in many levels, and some more help from all the influencers need to be there. And then it's a huge area to go in, and I think we'll have a lot of people who turn into the biggest economic stalwarts of all times. Yeah, thank you. Okay. I hope I was not too long. No, it's not too long. It was very clear. Yeah, basically ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു ലേമേനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കാണാൻ സാധിക്കുന്നത് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഫാർമസീസ്, ഇങ്ങനെ കുറച്ച് ഏരിയാസ് നമ്മുടെ കണ്ണിൽ പെടുള്ളൂ. ബട്ട് ഐ തിങ്ക് ഡോക്ടർ ക്യാൻ അഡ്വൈസ് അസ് ഓർ പ്രോബ്ലി യു ക്യാൻ ലെറ്റ് us know ഏതൊക്കെയാണ് ഈ സെക്ടേഴ്സ് ബേസിക്കലി. അതിനെ ഒന്ന് കുറച്ചുകൂടി വിശാലമായിട്ട് പറയാനുള്ളത് ഇന്ന സാധനം, ദിസ് ഇസ് എ ഗുഡ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി വിച്ച് യു ക്യാൻ ഇൻവെസ്റ്റ്. എവിടെയും നമ്മൾ പഠിച്ചിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം, പക്ഷെ അങ്ങനെ ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ തന്നെ നമ്മൾ വീണ്ടും അതിനൊന്ന് സെഗ്രിഗേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിൽ ഏതൊക്കെ വരും? യു ക്യാൻ കൺസിഡർ ഇന്ത്യൻ മാർക്കറ്റ്, മിഡിൽ മാർക്കറ്റ്, international market, anything is okay. Yeah, since your audience is everyone, I should go that. Yeah. Okay. I understand. So when we talk about healthcare sector predominantly is conventional medicine. I think Tringalam conventional medicine could be counted as 60 to 70% or 75% of the whole thing. But today, I'm sorry to say, or I'm more happy to say that rather, but that conventional medicine is shrunk to about 49 to 55. Conventional medicine the role in the traditional complementary medicine, including homeopathy, Ayurveda, yoga, naturopathy, Unani. I think Siddha, and Sauripak, Tibetan medicine. In the international sector, Chinese medicine. You have Gothic medicines in Romania side. There are many aborigines, Australian aborigines. But international logam muduvanulla TCAM, traditional complementary alternative medicine, is the bracket actually. We in India AIHMS nu vilikkunnengil aa bracket in the 50% exceed cheyidirikkunu. It's a biggest thing. And now modern conventional medicine in one block has shrunk below 50%. And that is happening in the OP sector level, in government sector, government collegiate hospitals, in the Kerala government, the Kerala thin under in the most probably AIHMS segment, the OP statistics in government hospitals hospital based മാറ്റി വെച്ചിട്ട് OP based ആയിട്ടുള്ള therapies, for example PHC അങ്ങനത്തെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് റൗണ്ട് അബൌട്ട് 50% or above, at least close to 50% എത്തി ആയുഷ് എന്നുള്ളത്. That's a big achievement, and I think and it needs more verification, but actually some of the the inside people were actually discussing about it, that it's growing at an alarming pace. And the most OP sector ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും ഒക്കെ ആണെങ്കിൽ
I think homeopathy is one of the largest. But of course, the IP-based therapy, IP-based the institutional apparatus, which I know structure, which actually modern medicine has, and the surgeries, and our level, there is no comparison. I'm only comparing with the OP-based structure, where this is actually a clue that നമ്മുടെ സ്പെഷ്യാലിറ്റീസ് ആവട്ടെ അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള രീതിയിലാവട്ടെ ഒരു പ്രൈമറി OP കെയർ, പ്രൈമറി ലെവലിലും ഒരു സെക്കൻഡറി ലെവലിലും ഇടയിലുമുള്ള സ്പേസിലും ഒക്കെ തന്നെ ട്രഡീഷണൽ കോംപ്ലിമെന്ററി ഓൾട്ടർനേറ്റീവ് മെഡിസിനിൽ ഐ തിങ്ക് ഹോമിയോപ്പതി ഹാസ് എ ഹ്യൂജ് ട്രസ്റ്റ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു വെൽനസ് ബേസ്ഡ് ഡെറിവേറ്റീവിലേക്കും ഒരു വളരെ ക്രോണിക് ആയിട്ടുള്ള ഡിസീസും തെറാപ്പി കൺസിസ്റ്റന്റ് ആയിട്ട് തെറാപ്പിയും ഇൻപേഷ്യൻസ് സ്റ്റേറ്റസും ഒക്കെ വേണ്ട കേസുകളും ആയുർവേദ ഇസ് ഡൂയിങ് എ ബിഗ് ജോബ്, ഹ്യൂജ് ജോബ്. Their infrastructure, their development, their presence in India is multiplying. I would say it's the last 10 years. Actually, I was lucky to be part of the international delegate assembly in a Modi recently presented Prime Minister Narendra Modi recently presented വേൾഡ് ആയുർവേദ കോൺഗ്രസ്. അതിനോടനുബന്ധം വേൾഡ് ആയുർവേദ കോൺഗ്രസ് എന്ന ആയുർവേദത്തിന്റെ പേരുണ്ടെങ്കിലും ആയുഷിന്റെ മൊത്തത്തിലുള്ള ഒരു പ്രസൻസ് അവിടെ ഉണ്ടാവാറുണ്ട്. ഇറ്റ്സ് ഓൾമോസ്റ്റ് I think about 10 to 15 crores were spent in Goa for that whole project. ഒരു റോഡിന്റെ റിവർ സൈഡിലുള്ള റോഡിൽ ഓൾമോസ്റ്റ് ഒരു 3 കിലോമീറ്ററിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ ഒരു കോൺഫറൻസിന്റെ പാർട്ടായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അബൌട്ട് മോർ ദാൻ 50 വെന്യൂസ് എക്സ്പോസ്. ഏകദേശം അവിടെ വന്ന ആൾക്കാരുടെ കൗണ്ട്സ് ഒക്കെ ക്രോസിലാണ്. അപ്പം that is a scale of that event which happened. അതിൽ ഒരു ഇന്റർനാഷണൽ ഡെലിഗേറ്റ് അസംബ്ലിയിൽ 2 പേര് ഹോമിയോപ്പത്തിസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ ഒരാൾ ഞാനാണ്. So we could have a very close level with very close to Modi. We could get there. And what I understand is that the whole perspective of avada vechittu Modi ji thanne parnadana 30 lakh crore 30,000 lakhs il kadanna Ayush turnover in 6 to 7 years time is touching 2 lakh crores. And that's a big jump. That's a big jump which is happening in India. So India is facilitating traditional complementary alternative medicine. That was with respect to prioritizing with the major turnovers happening in Ayurveda. But Ayurveda ഒരു scale of investment, scale of turnovers ഒക്കെ totally വളരെ different ആണ്. They of course അവരുടെ ഫാർമ ഡെലിവറി പാർട്ടിൽ FDA പാർട്ടിലൊക്കെ അവർക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കൂടി അപ്പൊ വളരെ ഈസിലി അവർക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റാറില്ല. ലൈക്ക് അതർ ദാൻ ഗിവിംഗ് എ സപ്ലിമെന്റ്, അങ്ങനത്തെ സപ്പോർട്ട് സിസ്റ്റംസ് ഒക്കെ അല്ലാതെ അങ്ങനെ കുറച്ച് ചെക്സ് ആൻഡ് ബൗണ്ട്സ് അവർക്കുണ്ട്. വിച്ച് ഇസ് ഹാപ്പനിങ് ഇൻ ട്രഡീഷണൽ കോംപ്ലിമെന്റ് ചൈനീസ് മെഡിസിൻ ഓൾസോ. അവർക്ക് രണ്ടുപേർക്കും ആ ഒരു ഇഷ്യൂ ഉണ്ട്. ബിക്കോസ് ആ ഒരു സ്റ്റാൻഡർഡൈസേഷനും ഒക്കെ കുറച്ച് ചാലഞ്ചസ് ഉണ്ടെങ്കിലും മേ ബി ദാറ്റ് വിൽ ഇപ്പം ഐ എം ഷുവർ ലൈക്ക് അറ്റ്ലീസ്റ്റ് സം ഓഫ് യു നോ ഇന്ത്യ സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു ആയുഷ് ഡിപ്പാർട്ട്മെന്റ് തന്നെ WHO ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ച് പേരൊക്കെ ആയുർവേദ ഡോക്ടേഴ്സ് ഒക്കെ അതിൽ എംപ്ലോയിഡ് ആണ്. മോസ്റ്റ് പ്രോബ്ലി ഫ്രം ഹോമിയോപ്പതി സെക്ടർ ഓൾസോ വൺ ഓഫ് us will probably be engaged there. അപ്പൊ അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഇന്ത്യ നടക്കുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ ഇന്ത്യ സ്പോൺസർ ചെയ്യുന്നത് പോലെ അല്ല, അവർ ചൈന സ്പോൺസർ ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ആയുഷ് എന്റർപ്രൈസ് ഓഫ് WHO is being sponsored by India. So there is a lot of things happening in all these sectors, and I think we are exploding on the traditional complementary alternative medicine sector internationally. And this area is being seen very seriously because biomolecular model in many perspective, ipo ee oru covid kaalathum adinodanubandhichittulla vaccination issues-lum okke biomolecular models inde oru trust public ine oru veliyoru scale vare shaken aano ennu samshayam. I would say ഒരുപാട് കുറഞ്ഞു എന്നൊന്നും ഞാൻ പറയില്ല. But then there is a lot of tremors which is happening in the idea of biomolecular models and its sustainability and its transparency in getting across to public like അത് എത്തുന്ന സമയങ്ങളിൽ അത് വരുന്ന രീതികൾ. ഇപ്പൊ നമുക്ക് സ്റ്റാറ്റിന്റെ ഇഷ്യൂസ് അറിയാം. There are a lot of issues with many drugs commonly used, and people think they are fooled. The pharmയുടെ ഒരു ഹൈ ഹാൻഡഡ്നെസ് ഉണ്ടാകുന്ന ഫാമ ഞാൻ ഉദ്ദേശിക്കുന്നത് ബിഗ് ഫാമ പോലത്തെ ഒരു എൻറ്റിറ്റിയുടെ അതൊക്കെ ഒരുപാട്. പിന്നെ ഡോക്ടേഴ്സിന്റെ ഇന്റർനാഷണലി ഇപ്പൊ ഇന്ത്യ പോലത്തെ ഒരു കൺട്രിയിൽ പോലും ഇന്ത്യയിൽ 60 വർഷമായിട്ട് ക്ലിനിക്കൽ ഫാർമക്കോളജി എന്നൊരു സെഗ്മെന്റ് ഉണ്ടായിരുന്നില്ല. ഐ തിങ്ക് GCC-ലും അത് ലാക്കിംഗ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എക്സ്ട്രീംലി ഹൈ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഒഴിച്ച് ബാക്കി എല്ലാത്തിലും GCC-ലും ഡോക്ടേഴ്സ് നേരിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സിനാരിയോ ആണ് സ്പെഷ്യാലിറ്റി ലെവലിലൊക്കെ. ബട്ട് ദെൻ ഇഫ് യു ഗോ ടു ദ വെസ്റ്റ്,
ഒരു 500 years അല്ലെങ്കിൽ 300 years ഇവോൾവ് ചെയ്തിട്ടുള്ള വെസ്റ്റേൺ കൺട്രീസിലൊക്കെ തന്നെ ഫാമിലി ഫിസിഷ്യൻ ലെവലിൽ മാത്രമേ, ഒരു MD ലെവലിൽ മാത്രമേ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇന്റർവെൻഷൻസിൽ ഡ്രഗ് യൂസ് ചെയ്യും, ബാക്കി മുഴുവൻ ഇസ് ഡൺ ബൈ ഫാർമഡിക്ക് ഈക്വലന്റ് ആയിട്ടുള്ള ക്ലിനിക്കൽ ഫാർമക്കോളജിസ്റ്റുകളാണ്. സോ there is a big gap in India on that sector. അപ്പോൾ ഇതെല്ലാം റിവൈവ് ചെയ്ത് വന്നിട്ട് നമുക്കൊരു ന്യൂ ജനറേഷൻ ഹെൽത്ത് കെയർ സിനാരിയോ, അപ്പോൾ അത് ഓൾറെഡി ഇപ്പോൾ ഇന്ത്യയിൽ മാക്സ്, ലീലാവതി, അപ്പോളോ, ഫോർട്ടിസ് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ആ ഒരു ലെവലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഐ തിങ്ക് there will be more and more major enterprises coming in India, and each of you who look forward to be a part of healthcare should actually involve into such renewed platforms where clinical pharmacology doctors, even in UAE, ഇപ്പോൾ നിങ്ങൾ അവിടെ ചെയ്യുകയാണെങ്കിൽ പോലും ആ ഒരു ക്ലിനിക്കൽ ഫാർമക്കോളജിസ്റ്റുകളുടെ ഇൻവോൾവ്മെന്റോട് കൂടിയുള്ള ഒരു കറകളഞ്ഞ ഒരു പേഷ്യന്റ് സേഫ്റ്റി വളരെയധികം കൂടുതലുള്ള, മറ്റേ നേരത്തെ ഉണ്ടായിരുന്നതിൽ സോറി ടു സേ ഒരു പേഷ്യന്റ് സേഫ്റ്റി, ക്രിട്ടിക്കൽ പേഷ്യന്റ് സേഫ്റ്റി ഇഷ്യൂ ഉണ്ട്. കാരണം the knowledge of drug delivery and by the conventional allopathy or medical practitioner is very limited. അവര് അത് കുറെ കാലം കഴിയുമ്പോഴും ആ ഒരു അപ്ഡേറ്റിംഗ് നടക്കുന്നതൊക്കെ ഒരു it is not actually up to the mark. നമ്മൾ ഗ്ലോബലി ഒരു വെസ്റ്റേൺ കൺട്രിയിലുള്ള ഒരു പേഷ്യന്റിന്റെ സെക്യൂരിറ്റി ഒരിക്കലും ഒരു ഇന്ത്യയിലത്തെ ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നില്ല 60 കൊല്ലമായിട്ട് എന്ന് വേണം പറയാൻ. I can't go more into it because it will become a controversy, but there is a lot of areas where you need to change, transform and improve. അപ്പോൾ ആ improved and renewed setup അത്തരം ഒരു വളരെ ക്ലിനിക്കൽ ഫാർമക്കോളജി ഒക്കെ വേറെ തന്നെ ഉണ്ടായിക്കൊണ്ട് നടക്കുന്ന ഒരു മോഡേൺ മെഡിസിൻ സെറ്റപ്പിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ്സിന് അത്തരം അത് ഈവൻ അറ്റ് ദ ക്ലിനിക്സ് ലെവൽ, മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് ലെവലിൽ പോലും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ക്ലിനിക്കുകൾക്കൊക്കെ ഫ്യൂച്ചറിൽ വളരെ വലിയ ഒരു യുണീക് സെല്ലിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഒരു USP ഉണ്ടാവും. സോ I think and it will clean up the society. സൊസൈറ്റിയിലെ ആൾക്കാർ കഴിക്കുന്ന മെഡിസിൻസിന്റെ അവരുടെ സൈഡ് എഫക്റ്റിനെയും അവരുടെ ഹെൽത്തിന്റെ എല്ലാ കൺസർവേറ്റീവ് ആംഗിൾസിനെയും ഒക്കെ തന്നെ അതൊരു ഒരു പുണ്യം കിട്ടുന്ന ഒരു പ്രവൃത്തി കൂടിയായിരിക്കും. കാരണം ദീസ് ഡോക്ടേഴ്സ് വുഡ് നോ എ ലോട്ട് മോർ. ദിസ് ക്ലിനിക്കൽ ഫാർമക്കോളജി ഫാമിലി കഴിഞ്ഞ ആൾക്കാരെയൊക്കെ ഒരുപാട് എംപ്ലോയ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ തന്നെ അവരെ നിർത്താനും പറ്റണം. ഇപ്പൊ അവര് കഴിഞ്ഞ ഉടനെ ഹൈ സാലറി ഇന്ത്യക്ക് വെളിയിൽ പോവാണ്. സോ വാട്ട് ഇസ് ഐഡിയ ഓഫ് സ്റ്റാർട്ടിംഗ് ദിസ് എന്നുള്ളതും കൂടിയാണ്. ഇന്ത്യയിൽ തുടങ്ങി ഇപ്പോഴുള്ള ആദ്യത്തെ ബാച്ചുകളിലൊന്നും തന്നെ ആരും തന്നെ പലരും ഇവിടെ കാണാനില്ല. ഈ ഫോർട്ടിസ് ഒക്കെ പോലത്തെ കുറച്ച് ഹോസ്പിറ്റൽസിൽ കുറച്ച് പേര് ഇന്ത്യ ഇഷ്ടമുള്ളവർ തങ്ങി നിൽക്കുന്നുണ്ടോ എന്നല്ലാതെ ബാക്കി ആരും തന്നെ ഇന്ത്യയിലില്ല. സോ ഇറ്റ് ഈസ് അഗെയിൻ സർവിംഗ് ഇന്റർനാഷണൽ സൊസൈറ്റി. സോ ദിസ് ഇസ് വൺ ബിഗ് ഏരിയ വിച്ച് വി കുഡ് വൗച്ച് ഫോർ. ഓൺ ദ അതർ സൈഡ്, ഓൺ ദ ട്രഡീഷണൽ കോംപ്ലിമെന്ററി ഓൾട്ടർനേറ്റീവ് മെഡിസിൻ, ഐ തിങ്ക് നിങ്ങളൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ യു ഷുഡ് ഓൾ ഫോക്കസ് ഇൻ ടു ദ ഐഡിയ ഓഫ് പ്രിവിലേജിങ്, അല്ലെങ്കിൽ പ്രിവിലേജിങ് എന്ന് ഞാൻ പറയുന്നത് മോസ്റ്റ്ലി സ്പെഷ്യാലിറ്റീസിനാണ്. പ്രിവിലേജ്ഡ് ഏരിയാസ് ഇൻ ഫോക്കസ്ഡ് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കൂടുതൽ പ്രിവിലേജിങ് കപ്പാസിറ്റി ഏൺ ചെയ്ത, അതിൽ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയ, അതിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ, അതായത് ഈ ആയുഷ് പ്രാക്ടീഷണേഴ്സിനെ അല്ലെങ്കിൽ ട്രഡീഷണൽ കോംപ്ലിമെന്ററി ഓൾട്ടർനേറ്റീവ് മെഡിസിൻ പ്രാക്ടീഷണേഴ്സിനെ ഉൾക്കൊണ്ടുകൊണ്ട് അത്ര സെഗ്രിഗേറ്റഡ് ആയിട്ടുള്ള ആ ഏരിയയിൽ ട്രസ്റ്റ് കൂടുതലും നോളജ് കൂടുതലും, ലൈക്ക് മോഡേൺ മെഡിസിൻ പോലെയല്ല ഈ ആയുഷ് ഹെൽത്ത് കെയറിലൊക്കെ ഇവര് മെഡിക്ക അഥവാ മെഡിസിൻ ഡെലിവറി തെറാപ്യൂട്ടിക്സ് അവർ പാരലായിട്ട് കണ്ടിന്യൂസ്ലി പഠിച്ചു പോകുന്നതാണ്. സോ അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ ഫാർമക്കോളജി പോലത്തെ ആംഗിൾ ആയുഷിനോ ട്രഡീഷണൽ കോംപ്ലിമെന്ററി മോഡേൺ മെഡിസിനോ അങ്ങനെ ഒരു എൻ്റെ അറിവിലില്ല. ബട്ട് ദിസ് ഏരിയ ഞാൻ ഒരുപക്ഷെ ഇഫ് ഐ ഹവ് ഗോൺ ലിറ്റിൽ മോർ അഹെഡ് ദാൻ അതേഴ്സ്, ഞാൻ ആ ഒരു കാര്യം സ്പെഷ്യാലിറ്റി മോഡൽ റോൾ ഔട്ട് ചെയ്തുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ അതിനെ കണ്ട് റോൾ ഔട്ട് ചെയ്യാൻ മറ്റു പലരും വരും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷെ പലരും അതിൽ എത്രത്തോളം അവരുടെ കോൺഫിഡൻസിന്റെ പ്രശ്നമാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഐ തിങ്ക് എന്നെ ഒരു അറ്റ്ലീസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ടെങ്കിലും ഒരു 10 പേരെങ്കിലും ഞാൻ ഉണ്ടാവും ഒരു 5 കൊല്ലത്തിൽ എന്ന് വിചാരിച്ചതിൽ ഐ എം സോ സർപ്രൈസ്ഡ്. നോട്ട് മെനി ഹാവ് കം അപ്പ് ദാറ്റ്. സോ എനിവേ ദിസ് തിങ് ഇസ് വർക്കിംഗ് റിയലി. നമ്മളൊരു ആസ് എ if I don't call myself an entrepreneur because I'm doing it, whatever I'm doing it on a passion level, because ഒരു passionate ആയിട്ട് ചെയ്യുന്നു എന്നല്ലാതെ അത് ഒരു പുറത്തുനിന്ന് ഒരാൾക്ക് ഒരു entrepreneur ആയിട്ട് തോന്നുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ബട്ട് I am actually, to be very frank with everyone, I have so far എൻ്റെ കരിയറിൽ ഞാൻ ഏൺ ചെയ്തത് മുഴുവൻ ഞാൻ ഹോമിയോപ്പതിയിലേക്ക് തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്തു എന്നതാണ് ഏറ്റവും വലിയ സത്യം. എൻ്റെ ലൈവ്ലിഹുഡിന് വേണ്ട എമൗണ്ട് മാത്രം പുറത്തെടുത്തിട്ട് ബാക്കി മുഴുവൻ I have given it back to my industry. And now finally after like 20 years I have started giving more faith into any അടുത്ത ലെവൽ ഓഫ് തിങ്കിങ്ങിൽ ഇന്റഗ്രേറ്റ്. ഇപ്പം മോഡേൺ മെഡിസിൻ ആവശ്യമുള്ളവർക്ക് അത് തന്നെ വേണം, അല്ലെങ്കിൽ നമുക്ക് എല്ലാ അസുഖങ്ങളും ഹോമിയോപ്പതി കൊണ്ട് മാത്രമേ ഹാൻഡിൽ, എല്ലാ വൈദ്യശാസ്ത്രങ്ങൾക്കും എവറി തെറാപ്യൂട്ടിക് ഡിസിപ്ലിൻ അവരുടേതായ ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ എല്ലാത്തിനെയും കൂടി കോർത്തിണക്കിക്കൊണ്ട് പാനൽ ബേസ്ഡ് ആയിട്ട് ഇന്റഗ്രേറ്റീവ് മെഡിസിന്റെ ഒരു മോഡലിലേക്കും, ഇന്റർ ഡിസിപ്ലിനറി ആൻഡ് ഇന്റഗ്രേറ്റീവ് മെഡിസിൻ അതിന്റെ ഒരു മോഡലിലേക്ക് വന്നാൽ അതായിരിക്കും സൊസൈറ്റിക്ക് കുറച്ചും കൂടി ഒരു കൂടുതൽ സത്യസന്ധതയോടെ സൊസൈറ്റിനെ സമീപിക്കുന്ന ഒരു
ഒരു വേർഷൻ ഓഫ് ഹെൽത്ത് കെയർ അതായിരിക്കും. അതായിരിക്കും ഗ്ലോബലി നാളെ റൂൾ ചെയ്യുക. അതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഈ പറഞ്ഞ എല്ലാ മേഖലകളും അതുമായിട്ട് സിങ്ക് ചെയ്തിട്ട് ഇപ്പം ഐ എം ആക്ച്വലി working in that platform, which is actually it will give me a lot of happiness and soul satisfaction. Thank you. ഓക്കെ, സോ ഡോക്ടർ ഇപ്പോൾ ഈ സംസാരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഒരു അതായത് എക്സ്പെർട്ടീസിന് മാത്രം മനസ്സിലാവുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കുറെ എക്സ്പീരിയൻസിൽ നിന്നുണ്ടാവുന്ന കുറെ ഒബ്സർവേഷൻസും ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെയാണ്. അപ്പോൾ സാധാരണക്കാരനായ ഒരാൾ എ പേഴ്സൺ ഹു ഹാസ് മണി വിത്ത് ഹിം ആൻഡ് ഹു ഹാസ് എൻ ഇമ്മൻസ് പാഷൻ ടുവേർഡ്സ് ദ വെൽബീയിങ് ഓഫ് ഹ്യൂമൻ ബീയിങ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഹെൽത്ത് എന്നുള്ള ഇൻഡസ്ട്രിയിൽ താല്പര്യമുണ്ട്, പണമുണ്ട്, അവിടെ ഒരു ഓണ്ടർപ്രണർ ആവണമെങ്കിൽ അവിടെ ഒരു സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു സംവിധാനം തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്ക് റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും മാഗസിൻസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ അവൈലബിൾ ആയിട്ടുള്ള വെബ്സൈറ്റുകളോ അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് പറയാമോ? ഫോർ ദോസ് ഹു ക്യാൻ ആക്ച്വലി റെഫർ ഇറ്റ് ഓൺ എ റെഗുലർ ബേസിസ്. ഓക്കെ, നമുക്ക് ഹെൽത്ത് ഓർക്കിഡ് അങ്ങനെ ഐ തിങ്ക് ഐ വിൽ ഒന്ന് റീകളക്ട് ചെയ്തിട്ട് ഐ വിൽ ബി ഏബിൾ ടു post you some of the details. Is it okay if I send you on a message system later and which you can distribute to your audience? If you give me like maybe a half day time, ഞാനത് ഒന്നും കൂടി ഒന്ന് റെഫർ ചെയ്തിട്ട് ഏതൊക്കെയാണ് നല്ലതെന്നല്ല. ഹെൽത്ത് ഓർക്കിഡ് അങ്ങനെ കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഞാൻ ബേസിക്കലി ഐ ഡോണ്ട് ഗോ ഇൻ ടു റീഡിങ് ഓൾ ദാറ്റ് സ്റ്റഫ് ബിക്കോസ് എനിക്ക് വേണ്ട കാര്യങ്ങൾ ഐ കൈൻഡ് ഓഫ് മേക്ക് ഓൺ ഇൻ മൈ ഓൺ വേസ് ആൻഡ് because I on these areas probably I have traveled a little longer distance where I do my own stuff, but in general വളരെ ഒരു inspiring ആയിട്ടുള്ള അങ്ങനത്തെ magazines healthcare I think there should be a few which I have come across. I'll surely send you the links because I don't want to say any names and then alter it, but I'll surely send you the names of some and you can distribute in your WhatsApp. Yeah, I understand. ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഓണ്ടർപ്രണർഷിപ്പ് ആരംഭിക്കാൻ അതിന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഓർഗനൈസേഷനോ അങ്ങനെയുള്ള എന്തെങ്കിലും മീറ്റപ്സുകളൊക്കെ നടക്കാറുണ്ടോ? അങ്ങനെയുള്ള എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ നമ്മുടെ ചുറ്റും? I think there are few. ഇപ്പൊ ഇതില് ഗവൺമെന്റ് സെക്ടറിൽ തന്നെ നിങ്ങൾക്ക് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രീനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഒരു കുറച്ചും കൂടി ഒരു നേരത്തെ പറഞ്ഞു സോഷ്യൽ സപ്പോർട്ടിംഗ് സിസ്റ്റം കൂടി ആയിട്ട് ഏൺ ചെയ്യാം. അതോടൊപ്പം തന്നെ ഒരു സൊസൈറ്റിയുടെ വെൽബീയിങ് കൂടി ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഒരു ട്രസ്റ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഫോർ എക്സാമ്പിൾ ഒരു ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഉദ്ദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഗ്ലോബൽ ഹോമിയോപ്പതി ഫൗണ്ടേഷൻ ഫോം ചെയ്ത പോലത്തെ ഒരു ട്രസ്റ്റ് അത് അങ്ങനെ ഒരു പ്രൊജക്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ദർപ്പൺ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ ഒരു ദർപ്പൺ പോലത്തെ ഒരു രജിസ്ട്രേഷൻ ദർപ്പണിന്റെ അത് കിട്ടണമെങ്കിൽ കുറച്ചൊരു സമയം എടുക്കും. ഒരു ATG അല്ലെങ്കിൽ 12A ഒക്കെ എടുത്തതിന് ശേഷം 12A ATG ഒക്കെ എടുത്തതിന് ശേഷം അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ മെയിലിംഗ് ഗ്രൂപ്പിൽ നിങ്ങൾ വരുന്നതായിരിക്കും. അവരുടെ ഇമെയിൽ ഗ്രൂപ്പ്സിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഇത്തരം ഇന്റർനാഷണൽ എക്സ്പോസ്, ഇന്ത്യൻ എക്സ്പോസ്, ഇനിയിപ്പം അതൊന്നും അല്ലെങ്കിൽ തന്നെ ഒരു എന്റർപ്രൈസ് നിങ്ങൾ തുടങ്ങിയിട്ട് അത് സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇൻഫർമേഷൻ ചാനലിലൂടെ ഇന്ത്യയിൽ നിന്ന് പുറത്ത് നിങ്ങൾ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനിയിപ്പോൾ അത് NGO ആവണമെന്നില്ല, ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ പ്രൈവറ്റ് സെക്ടർ ലൈക്ക് എന്താ പറയുക ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടുള്ള പ്രൊപ്പറേറ്റർഷിപ്പിലോ LLP ആയിട്ടോ ഒക്കെ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സബ്സിഡീസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇയർലി ഒരു 2 to 3 lakhs സ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റോൾ കൊണ്ട് ഐ തിങ്ക് അത് ഇയർലി 2 പ്രാവശ്യമായോ എന്ന് സംശയമുണ്ട്. ഇന്റർനാഷണൽ എക്സ്പോസിൽ നിങ്ങളുടെ പ്രൊജക്റ്റിനെ കൊണ്ട് പോവുകയാണെങ്കിൽ അതിന്റെ എൻഡ് ടു എൻഡ് കോസ്റ്റ് ഒരു 2 പേരുടെ ട്രാവൽ അടക്കമുള്ള കോസ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നത് ആയുഷ് മിനിസ്ട്രി. സോ ഇതുപോലെ തന്നെ ഒരുപാട് സപ്പോർട്ട് ഇപ്പം ആയുഷ് മിനിസ്ട്രിക്ക് ഇത്തരം കാര്യങ്ങൾ വരുന്നത്. അത് ട്രഡീഷണൽ കോംപ്ലിമെന്ററി ഓൾട്ടർനേറ്റീവ് മെഡിസിന് മാത്രമേ ഉള്ളൂ, ആയുഷ് മേഖലയ്ക്ക് മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ ആയുഷിനെയാണ് നമ്മൾ ഇന്ത്യൻ ട്രഡീഷണൽ TCIM-നെയാണ് നമ്മൾ ആയുഷിനെ വിളിക്കുന്നത്. മറ്റുള്ള മേഖലകൾക്ക് അത് കുറവാണ്. ബട്ട് അത് മാത്രം വെച്ചുകൊണ്ട് ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള കുറെ ആൾക്കാരെ എനിക്കറിയാം. അവരൊക്കെ ഞാൻ തന്നെ ജനറൽ സെക്രട്ടറി ആയിട്ട് മക്തൂം ഹാളിൽ ദുബായിൽ നടന്നിട്ടുള്ള ഒരു ആയുഷ് സമ്മിറ്റിൽ അത്തരം ആ സപ്പോർട്ട് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു 15 സ്റ്റാൾസ് എങ്കിലും ഉണ്ടായിരുന്നു. അതിലൊരു 4-5 പേരെങ്കിലും ത്രൂ മീ ആണ്. ഐ തിങ്ക് അബൌട്ട് 20 സ്റ്റാൾസ് ആ രീതിയിൽ മാത്രം. ഐ തിങ്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സപ്പോർട്ടഡ് ദം വിത്ത് അബൌട്ട് 75 lakhs എനിക്ക് അതിന്റെ വോളിയം ഓഫ് മണി നോക്കുകയാണെങ്കിൽ. സോ ദർ ആർ സച്ച് തിങ്സ് ഹാപ്പനിങ്. അപ്പൊ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ബോഡീസ് ഉണ്ട്. I think IC എന്നാണ് പറയുക, International Corporation of Ayush Ministry. I'm very connected to them because we have a lot of conversation with them. ഞാൻ അത്തരം കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. So there is a lot of organizations in India like സയൻസ് ഇന്ത്യ ഫോറം UAE-ലുള്ള പോലെ വിജ്ഞാൻ ഭാരതി, അവരൊക്കെ ഇത്തരം ഏരിയകൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ലോട്ട് ഓഫ് ഹെൽപ്പ് വിൽ കം ഫ്രം നിങ്ങൾ ഒരിക്കൽ
എൻ്റെ ഒരു പ്രൊജക്റ്റുമായിട്ട് നിങ്ങൾ അതൊരു വളരെ സിൻസിയർ ആയിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ I think there are a lot of areas which would actually support you. അത് ഇന്ത്യൻ ഒറിജിൻ ആയിരിക്കും നന്നായിരിക്കും, അത് കുറച്ചുകൂടെ നന്നാവുക. ഇപ്പം ഫോർ എക്സാമ്പിൾ UAE പോലത്തുള്ള സ്ഥലത്ത് നമ്മൾ ഫോം ചെയ്യുന്ന സമയത്ത് അത് ഒരു ഫ്രീ ഫോൾ പ്രോസസ് ആയിരിക്കും. It can either go up and conquer the world or else it can just go. നമുക്കത് അതിനൊരു റിസ്ക് ഉണ്ട്. പക്ഷെ ഇവിടെ അത് ഒരു ബേസ് നന്നപോലെ ഇന്ത്യയിൽ ഉണ്ടാക്കി അതിനെ if you are taking it to some other countries, ഈ ഇന്ത്യ ഒരുപാട് ഈ ഇന്റർനാഷണൽ ട്രഡീഷണൽ കോമ്പറ്റിറ്റീവ് ഓൾട്ടർനേറ്റീവ് മെഡിസിനിൽ ഒരുപാട് പ്രൊജക്ട്സ് ഇന്ത്യക്ക് വെളിയിൽ ചെയ്യുന്നത് കൊണ്ട് അതിലേക്കൊക്കെ നിങ്ങൾക്ക് ഡീപ്ലി ഇൻവോൾവ് ചെയ്യാനും അതിലൂടെ ഗ്രോ ചെയ്യാനും. ഇപ്പൊ ഇങ്ങനെ 1-2 എക്സ്പോന് ഈ ബ്രിക്സ് കൺട്രീസിൽ 2 സ്ഥലത്ത് പോയ ആൾക്കാർ അവിടെയൊക്കെ വലിയ ഇൻസ്റ്റലേഷൻസ് തുടങ്ങിയതൊക്കെ എനിക്കറിയാം. ക്രൊയേഷ്യയിൽ പോയിട്ട് ഈ ഒരു എക്സ്പോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു വലിയൊരു ആയുർവേദ പ്ലസ് യോഗ നാച്ചുറോപ്പതി എല്ലാം കൂടി ഒരു വലിയൊരു ഹോസ്പിറ്റൽ പോലെ ഒരു സ്ഥലം എടുത്ത ഒരാൾ എനിക്കറിയാം. ഒരു പഴയ പാലസ് അതിലേക്ക് അവർ മാറ്റാൻ നോക്കുക. അവിടുത്തെ ഒരു പഴയ പാലസ് ലീസിന് എടുത്തിട്ട് അതിലേക്ക് അത് മാറ്റാനൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. സോ there are a lot of people growing in a very kind of explosive dimension. So it's all happening all over the world. So I think it's a huge area to explore and get through. I hope ഞാനത് കുറച്ച് ചെറുതായിട്ടാണ് പറഞ്ഞെങ്കിലും ആൾക്കാരുടെ ആ ഗ്രോത്തിന്റെ റേറ്റ് ഞാൻ പറഞ്ഞതാണ്. This is our ആയുഷ് or our TCAM is most needed by the world എന്നുള്ളൊരു ഒരു ഫീലിംഗ് ആണ് ഇപ്പം ഇന്ത്യയിലുള്ളത്. ആൻഡ് ഈ കഴിഞ്ഞ ആ ഒരു മോഡി പ്രോഗ്രാമിന് പോയപ്പോഴും ഐ വാസ് സോ സർപ്രൈസ്ഡ്. ഈ ഒരു ഏകദേശം ഒരു total delegates from international sector would amount to about more than 5,000. ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും ആൾക്കാർ ആ ഒരു 5,000 മുകളിലുണ്ടാവും. കാരണം ഈ പല ബോഡീസിലും അവരുണ്ട്. നമ്മളൊരു ചില ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ടോട്ടലി ഒരു എന്താ പറയാ ഒരു ഓസ്ട്രേലിയയിലും വിയന്നയിലും ഒക്കെ നമ്മൾ സ്റ്റെഫാൻ സർക്കിളിൽ പോയ മാതിരിയാണ്. ഇന്ത്യൻസിന് കാണാത്ത ഏരിയകളൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ. റൈറ്റ്. ഓക്കെ സോ എനിക്ക് തോന്നുന്നു ഡോക്ടർ പറഞ്ഞു കേൾക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്നത് ഇതൊരു പക്ഷേ നമ്മൾ കുറേ സമയം ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ കുറെ ഏരിയസിലോട്ട് പോകാനുള്ള ഒരു വലിയൊരു സാഗരമായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. വൺ ഓഫ് ദ റീസൺ മോസ്റ്റ് ഓഫ് ദ തിങ്സ് ആർ പ്യൂർലി ടെക്നിക്കൽ ആണ്. അപ്പൊ ആ ടെക്നിക്കലിന്റെ ഡീറ്റെയിൽസിലോട്ടൊക്കെ പോകുമ്പോൾ കുറെ സമയം എടുക്കുന്നുണ്ടാവും. ബട്ട് വി ആർ ഗോയിങ് ഫൈൻ. സോ ഫാർ സോ ഗുഡ്. എനിക്ക് സാധാരണ ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയെ കുറിച്ച് പറയുന്ന സമയത്ത് ആളുകളുടെ മനസ്സിലോട്ട് വരുന്നത് ഇവിടെ കുറെ കറപ്ഷൻ എന്നുള്ള നമ്മൾ പറയാം, കുറെ അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ബീങ് എ പേഴ്സൺ ഹു വാസ് ദർ ആസ് ഞാനൊരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എൻ്റെ തന്നെ എക്സ്പീരിയൻസിൽ ഇൻ എ മൊമെന്റ് ഐ വാസ് ഫീലിംഗ് ലൈക്ക് നമ്മൾ ഡോക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, കമ്പനീസിൽ നിന്ന് പ്രഷർ കിട്ടുന്നു. അപ്പം നമ്മൾ ഡോക്ടേഴ്സിന് ഈ ഫ്ലൈറ്റ് ഓഫർ ചെയ്ത്, റെഫ്രിജറേറ്റർ ഓഫർ ചെയ്ത്, TV ഓഫർ ചെയ്ത്. സോറി ഫോർ ആസ്കിങ് ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, ബട്ട് എൻഡ് ഓഫ് ദി ഡേ ഇതൊരു വലിയ കൺസേൺ ആണ് സാധാരണക്കാരുടെ ഉള്ളിൽ. എസ്പെഷ്യലി വെൽബീങ് ഇൻഡസ്ട്രിയിലോട്ട് ഇറങ്ങണം. ഇതൊരു സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. ഡോക്ടറെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഇതിനെ പ്യൂർ ആയിട്ട് നല്ല വാല്യൂ ബേസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. തീർച്ചയായിട്ടും എനിക്കറിയാവുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇൻ ജനറലി നമുക്ക് അതും കൂടി അറിഞ്ഞിരിക്കണം. ഏതൊക്കെ തരത്തിലുള്ള അത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു എന്നുള്ള അറിവാണ് നമുക്ക് അതിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ അതിലൊക്കെ പെടാതിരിക്കാനുള്ള ഒരു പ്രിക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു ഏരിയയെ കുറിച്ച് ഡോക്ടർക്ക് എന്താ പറയുന്നത്? ഐ തിങ്ക് യു ഹാവ് ടു ടോക്ക് ഓൺ ദാറ്റ് പർട്ടിക്കുലർ ഏരിയ. ഐ വിൽ ഷുവർലി സേ ദാറ്റ്. ഇപ്പം ഇന്ത്യ പോലത്തെ ഒരു കൺട്രിയിൽ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇന്ത്യയെ കുറിച്ചാണ് പറയാ. ഐ ഡോണ്ട് തിങ്ക് ദിസ് പ്രോബ്ലം ഇസ് ദെയർ ഇൻ GCC. അത് അവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അത് ഈ ഒരു ഇഷ്യൂ ഇന്ത്യയുടെ പുറത്തുള്ള മറ്റു ചില ഡെവലപ്പിംഗ് കൺട്രീസിൽ ഉണ്ടാവാം. ഈ GCCയിൽ ഈ ഒരു ഇഷ്യൂ അത്രയും ഉണ്ടോ? ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് മേ ബി സം പ്ലേസസ് യെസ് അല്ലേ? Some places yes, but not as in India, I think. കുറച്ചുകൂടെ നന്നായി റെഗുലേറ്റഡ് ആണ് GCCയിൽ നിന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അസംഷൻ. ഇന്ത്യയിൽ ഇവിടെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ എല്ലാ ഗവൺമെന്റിനെയും പോളിസിനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് ഈ ഞാൻ കാണുന്ന ഒരു വലിയൊരു പ്രോബ്ലം വിച്ച് ഐ തിങ്ക് ഐ എം മോർ ഓർ ലെസ് ഷുവർ ദാറ്റ് ഇസ് ദ റീസൺ. ഇവരൊക്കെ പൊളിറ്റിക്കൽ മാൻഡേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്. ഫോർ എക്സാമ്പിൾ നമ്മളൊക്കെ വായിച്ചു ഇനി ജനറിക് നെയിംസ് മാത്രമേ 3-4 വർഷം മുമ്പാണെന്ന് തോന്നുന്നു പേപ്പറിൽ ജനറിക് നെയിംസ് മാത്രമേ പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടുള്ളൂ. ഇന്നും ഈ നമ്മുടെ തൊട്ടടുത്തുള്ള അങ്ങാടിയിലത്തെ ഏത് കടയിൽ പോയാലും ഇപ്പോഴും പാരസ്റ്റമോൾ ക്രോസിനും ഫെപ്പാനിലും എഴുതിയ മരുന്നുകൾ കിട്ടും അല്ലെ? സോ ഈ ഒരു പ്രോസസ്സ് ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കായിട്ട് വലിയൊരു ഹെഡ്ലൈൻ ആയിട്ട് വരിക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഇവിടെ ഒന്നും തന്നെ സംഭവിക്കാതിരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഇന്നർ ആയിട്ടുള്ള ഒരു എന്താ പറയാ
ഒരു പെനട്രേഷൻ ഈ ഫാർമ കമ്പനികൾക്ക് ഓരോ എനിക്ക് തോന്നുന്നത് ചില സംസ്ഥാനങ്ങളുടെയൊക്കെ ബഡ്ജറ്റിനെക്കാട്ടും വലുതായിരിക്കും ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ഒരു ഫാർമ കമ്പനിയുടെ. എനിക്ക് പേരെടുത്ത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ആ കമ്പനിയുടെ ഇപ്പൊ നമ്മൾ പറയില്ലേ, ലോകത്തെ 5ാമത്തെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള രാജ്യമായിരിക്കും കാലിഫോർണിയയെ ഒരു രാജ്യമാക്കി നമ്മൾ ചിത്രീകരിച്ചാൽ. കാലിഫോർണിയ എന്ന കൺട്രീനെ ഒരു കൺട്രി ആയിട്ട് കണ്ടാൽ 6ാമത്തെ 7ാമത്തെ ഏറ്റവും വലിയ എക്കണോമി ആയിരിക്കും ലോകത്തെന്ന് പറയുന്നത് പോലെയാണ്. ഈ കേരളത്തിലെ ഇന്ത്യയിലത്തെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ എക്കണോമിയെക്കാളും വലിയ ഒരു ടേൺ ഓവർ ഉള്ള ഫാർമ കമ്പനികൾ ഇന്ത്യയിൽ ഉണ്ടാവുമ്പോൾ അത് പൊളിറ്റിക്കൽ മാൻഡേറ്റിനെ എത്ര കണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അവരുടെ ഈ എല്ലാ നീചമായ ഇത്തരം ആക്ടിവിറ്റിയൊക്കെ ഒരു പരിധി വരെ കണ്ടില്ലെന്ന് വെക്കുന്ന ഒരു നയം സെൻട്രൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഒക്കെ ഉണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. കാരണം ഇത്തരം ഒരു കാര്യം മറ്റ് പല രാജ്യങ്ങളും ഒരിക്കലും അനുവദിക്കാത്ത ഒരു കാര്യം. ഇപ്പം പേഷ്യന്റ് സേഫ്റ്റിയും ഹെൽത്ത് കെയറിലുള്ള ഒരു ക്ലീൻ നേച്ചറും ഒക്കെ US ഒക്കെ പോലത്തെ ഒരു രാജ്യത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അവിടെയൊക്കെ ചെറിയ എന്തെങ്കിലും ഒരു അപാകത നടക്കും. ഞാൻ മറ്റെല്ലാ യൂറോപ്യൻ കൺട്രീസിനും ഒക്കെ ചേർത്തിട്ടാണ് പറയുന്നത്. അവിടെയൊക്കെ ഒരു ചെറിയൊരു പ്രോബ്ലം നടക്കുമ്പോൾ ഒരു ഫാർമക്കോ വിജിലൻസ് പോലത്തെ എത്രയോ ഓർഗനൈസേഷൻസ് അവിടെയുണ്ട്. അവിടുത്തെ മരുന്ന് അവിടെ ഒരു പാനിക് ആണ് അവിടെ ഉണ്ടാകുന്നത്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ ചെറിയ പ്രശ്നങ്ങൾ അവിടെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഇരുന്നു കൊണ്ടാണ് ഇവർ എല്ലാവിധ കള്ളത്തരവും ലോകം മുഴുവൻ ചെയ്യുന്നത്. മനസ്സിലാക്കുക. ഫൈസർ പോലത്തെ കമ്പനികളൊക്കെ അവിടെ ഇരുന്നു കൊണ്ട് അവിടുത്തെ ആൾക്കാരുടെ ആരോഗ്യവും സുരക്ഷിതത്വവും ഒക്കെ സേഫ്റ്റി ആക്കിക്കൊണ്ട് ഇപ്പൊ അവരുടെ എല്ലാ കാര്യങ്ങളും സേഫ് ആണ്. ഇപ്പൊ യൂറോപ്പിൽ ഏറ്റവും നന്നായി പോകുന്ന യൂറോപ്യൻ രാജ്യങ്ങളും US പോലത്തെ രാജ്യങ്ങളും ലാറ്റിൻ അമേരിക്കയുടെ കാര്യം നമുക്ക് വിടാം. ഇത്തരം രാജ്യങ്ങളിലൊന്നും ഒരാൾ പോലും സഫർ ചെയ്യുന്നില്ല. പക്ഷെ അവിടെ നിന്നും ലോകം മുഴുവൻ പോകുന്ന അല്ലെങ്കിൽ ലോകം മുഴുവനുള്ള ഈ ഫാർമ ഡെലിവറി സിസ്റ്റത്തിനെ മാനേജ് ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്ന, ഓൺ ചെയ്യുന്നവർ തേർഡ് വേൾഡ് രാജ്യങ്ങളെ അല്ലെങ്കിൽ സെക്കൻഡ് ലെവൽ അല്ലെങ്കിൽ തേർഡ് വേൾഡ് രാജ്യങ്ങളിൽ അവർ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ ഒരു വലിയ ഈ ബ്രാൻഡഡ് ഇവരുടെ അതേ ബ്രാൻഡിൽ ഇന്ത്യയിൽ മേടിക്കുന്ന മരുന്നുകൾ അതൊക്കെ ഏത് തലത്തിൽ നിർമ്മിക്കപ്പെടുന്നവയാണ്. ഇത്തരം വളരെ എന്താ പറയാ വളരെ മോശമായിട്ടുള്ള സബ്വെൻഷൻ കമ്മീഷൻസ് ഇങ്ങനത്തെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ നടക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ നടക്കുകയാണെങ്കിൽ ഈ ഡോക്ടർമാരുടെ ബെനിഫിറ്റ്സിനെ കുറിച്ചും ഒക്കെ എല്ലാവരും പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ. എല്ലാ മേഖലകളിലും ഇപ്പൊ ലാബ് ആവട്ടെ, ഫാർമ ടേൺ ഓവർ ആവട്ടെ, ഇതൊക്കെ നടക്കുന്ന ഒരു രാജ്യത്ത് ഈ ഒരു കമ്പനികളുടെ അവരുടെ മാനുഫാക്ചറിങ് കോസ്റ്റും CNF-ന്റെ പേയ്മെന്റും റീറ്റെയിലറിന്റെ ബെനിഫിറ്റും ഇതെല്ലാം കഴിഞ്ഞിട്ട് ആക്ച്വൽ പ്രൊഡക്ഷനിലേക്ക് എത്ര കോസ്റ്റ് ആ മെഡിസിനിലേക്ക് പോകുന്നുണ്ടാവും എന്നുള്ളത് ആലോചിച്ചാൽ ഭയമാണ് തോന്നുക. ഇത് അവർ തന്നെയാണോ നിർമ്മിക്കുന്നത്, അതോ അവരുടെ ലോഗോ വെച്ചിട്ട് ഏതെങ്കിലും ഗാന്ധിനഗറിലുള്ള ഒരു 10-60,000 കമ്പനികളിലൊന്ന് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഉണ്ടാക്കി ആ ലോഗോ വെച്ച് നമ്മളിലേക്ക് എത്തിക്കുന്നതാണോ ഇന്ത്യ മുഴുവൻ എന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ക്യാൻ ഓൺലി തിങ്ക് അബൌട്ട് ഇറ്റ്. ഞാനത് ഈ രീതിയിലല്ലാതെ എനിക്ക് അതിനപ്പുറത്തേക്ക് എനിക്ക് കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ വലിയ കൺസേൺ ആണ്. ആസ് എ എന്താ പറയാ ഒരു സാധാരണക്കാരൻ അതിൽ നിന്നും ഒരു ഡോക്ടറായി ഒരു സ്ഥാപനത്തിലൊക്കെ വന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് സാധാരണക്കാരുടെ സേഫ്റ്റിയിലെ ആ ഒരു എലിമെന്റിൽ നിന്ന് ഒട്ടും മാറി ചിന്തിക്കാനാവില്ല. അപ്പൊ ഞാൻ ഒരുപക്ഷെ ഇന്ന് എത്രയോ ഹാപ്പിയാണ്. കാരണം എന്റെ വൈദ്യശാസ്ത്രം എന്റെ ഡിസിപ്ലിൻ ഐ എം റെപ്രസെന്റിങ് ഒരു 90 to 95% വരെ ക്ലീൻ ആണ് എന്ന് എനിക്ക് ഒരു സന്തോഷം ഉണ്ടാക്കുന്നു. അതേസമയം അവർക്കൊക്കെ എത്രത്തോളം ഒരു മെയിൻ സ്ട്രീം മെഡിസിൻ എത്രത്തോളം അത് അവകാശപ്പെടാൻ പറ്റും എന്ന് എനിക്കറിയില്ല. ഐ എം സോ ഡിസ്റ്റർബ്ഡ് അബൌട്ട് ഇറ്റ്. നിങ്ങൾ എല്ലാവരെയും പോലെ തന്നെ ഈ കാര്യത്തെക്കുറിച്ചും നമ്മൾ അറിയുന്ന എല്ലാവരും തന്നെ ഇത് വിശ്വസിച്ച് കഴിക്കുന്ന മരുന്നുകളെ കുറിച്ചും ആ ഒരു ട്രീറ്റ്മെന്റിൽ ഇപ്പം ക്ലിനിക്കൽ ഫാർമക്കോളജിസ്റ്റുകളുടെ ഒന്നും പ്രസൻസ് ഇല്ലാതെ ഇവർ തന്നെ ഓരോ സ്പെഷ്യാലിറ്റികളിലും മരുന്ന് എഴുതി വിടുന്നത്. കാരണം എത്രത്തോളം അതിനെക്കുറിച്ച് അറിഞ്ഞാണ്. ഇതെല്ലാം ഒരു വലിയൊരു കൺസേൺ ആണ്. ഇത് ഇന്ത്യ ഒരു 60-65 വർഷം മുമ്പ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ എന്താ പറയാ IMA ഒക്കെ ഫോം ചെയ്ത കാലം മുതൽ നടന്ന ഒരു എന്താ പറയാ ഒരു അനോമലി ആയിട്ടാണ് ഞാൻ ഒരു പ്രശ്നമാണ് അത്. ആ സമയം മുതൽ നമ്മൾ മറ്റൊരു രാജ്യത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ നഴ്സസിന് ഒരു രജിസ്റ്റേർഡ് നഴ്സ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഒരു ഡോക്ടറുടെ അതേ സാലറിയാണ് RN എന്നാണ് വിളിക്കുക. ഒരു ന്യൂയോർക്കിൽ ഒരു RN തന്നെ ഒരു മാസം മുമ്പ് എന്നെ കാണിക്കാൻ വന്നു. ഡോക്ടറുമായിട്ട് ഒരു വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഒരു ഡോക്ടറിൽ നിന്നും ഒരു 10-1 സാലറി മേടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു നഴ്സിനെയും ഒരു ഫാർമസിസ്റ്റുകൾ പഠിക്കുന്നത് ഇൻഡസ്ട്രിയാണ്. കഴിഞ്ഞ 65-70 വർഷമായിട്ട് ഫാർമസിസ്റ്റുകൾ പഠിച്ചിരുന്ന ഇൻഡസ്ട്രി ട്രെയിനിങ് ആണ്. അവര് ഒരിക്കലും ഒരു ഡെലിവറി ട്രെയിനിങ് ആയിരുന്നില്ല. കാരണം ക്ലിനിക്കൽ ഫാർമക്കോളജിസ്റ്റ് ആണ് ക്ലിനിക്കൽ ആസ്പെക്റ്റിൽ ഇൻവോൾവ് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയുടെ ഡീറ്റെയിൽസ് ആണ് അവർ ഈ B.Pharm-ലും M.Pharm-ലും പഠിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റായിരിക്കാം. എന്നോട് ഫാർമസിസ്റ്റുകൾ തന്നെ ചിലർ പറഞ്ഞ കാര്യം. അപ്പോൾ അവരെ കൊണ്ടും ഈ ഡോക്ടേഴ്സിന് ഒരു ശല്യവുമില്ല. അതായത് അവരുടെ തിരുത്താൻ ഇപ്പം നഴ്സിംഗ് പ്രൊഫഷനിൽ അവരെ ഫാർമക്കോളജി അധികം പഠിപ്പിക്കുന്നില്ല പണ്ട് കാലം. അപ്പം നഴ്സസും ഫാർമസിസ്റ്റും ഒരു 10-1 അല്ലെങ്കിൽ 5-1 മാത്രം ഏൺ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അവരുടെ അക്കാഡമിക് സ്ട്രെങ്ത്തും ഒക്കെ വളരെ താഴെ ഇരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സിനാരിയോ ഉണ്ട്. അപ്പം ഇതൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് ഒരു പുതിയൊരു പെർസ്പെക്റ്റീവിൽ നമ്മുടെ രാജ്യത്തിൽ നമ്മൾ നീങ്ങേണ്ടിയിരിക്കുന്നു. അതിന് ഏറ്റവും വലിയൊരു തുരങ്കം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹെൽത്ത് കെയർ
പ്രോസസ്സിന്റെ ഏറ്റവും ആ ഒരു സ്ഥാപക ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു 60-70 വർഷം മുമ്പ് ഇന്ത്യയുടെ ഫോർമേഷനോട് ഭാഗമായി നടന്നിട്ടുള്ള ഒരു തെറ്റായ ദിശയാണെന്നാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. ഇന്ന് ഡോക്ടർ സുരേഷിനെ പോലത്തെ ഒരു ഫാർമക്കോളജിയുടെ വളരെ വലിയൊരു മാറ്റം ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരാളുടെ ഒരു 10 വർഷത്തെ പറയാ ഒരു അധ്വാനമാണ് ഇന്ന് ഇന്ത്യയിൽ ഒരു 7-8 വർഷം മുമ്പ് ഫാം ഡി ഉണ്ടായത്. ഇല്ലെങ്കിൽ ഇന്നും അത് ഉണ്ടാവില്ലായിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അത് അറിയാവുന്ന കാര്യമാണ്. ഫാം ഡി എന്ന് പറഞ്ഞാൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഫാം ഡി എന്ന് പറയുന്നത് ഒരു 6 വർഷത്തെ കോഴ്സാണ്. അത് അവർക്ക് ഡോക്ടർ എന്ന് അവരെ വിളിക്കാം. അവരാണ് ക്ലിനിക്കൽ ഫാർമക്കോളജി എന്ന രീതിയിൽ, അതായത് ഡോക്ടേഴ്സിനെ പോലെ തന്നെ ബെഡ് സൈഡിലൊക്കെ പോയി, അവർ ഡോക്ടേഴ്സ് അല്ല, അവർ ഡയഗ്നോസ്റ്റിക്സിലൊക്കെ അത്ര ഇൻവോൾവ് അല്ല, പക്ഷേ ക്ലിനിക്കൽ ഫാർമക്കോളജി ഏരിയയിൽ ലോകം മുഴുവനുള്ള ഒരു കോഴ്സാണ് അത്. അവർക്ക് പിന്നെ PG ഒന്നും ആവശ്യമില്ല. 6 വർഷം +2 കഴിഞ്ഞ് 6 വർഷം സ്ട്രേറ്റ് പഠിക്കുന്നു. അവർക്ക് അതിൽ ഇപ്പം ട്രഡീഷണൽ കോംപ്ലിമെന്ററി മെഡിസിൻ ആ ഒരു ഏരിയയോട് താല്പര്യമുള്ളവർക്ക് അതിൽ ഫാർമക്കോഗ്നോസി എന്ന് പറയുന്ന അവരുടെ ഒരു ഏരിയയിലേക്ക് തിരിയാം. ഇപ്പം ഫാം ഡി M.Pharm കഴിഞ്ഞിട്ട് ഈ ഹോമിയോപ്പതിയിലും ആയുർവേദത്തിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ M.Pharmൽ ഫാർമക്കോഗ്നോസി എന്ന് പറയുന്നത് മറ്റ് ഇതര വൈദ്യശാസ്ത്രങ്ങളെ കുറിച്ച് പഠിക്കുന്ന രീതിയിൽ മുന്നേ. ഇപ്പൊ ഞാൻ തന്നെ ഗ്ലോബൽ ഹോമിയോപ്പതി ഫൗണ്ടേഷന്റെ ഒരു ഫാർമക്കോഗ്നോസി കോൺഫറൻസ് നടത്താൻ പോവുകയാണ്. ഒരു നാഷണൽ ലെവലിൽ ഞങ്ങൾ ഗോവയിൽ ഒരു 3 ദിവസത്തെ അവിടെ നോവോട്ടലിൽ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുകയാണ് ഈ വർഷം. അപ്പം ഫാർമക്കോഗ്നോസിയിൽ ലോകം മുഴുവനുള്ള ഈ ഇതര വൈദ്യശാസ്ത്രങ്ങളിൽ താല്പര്യമുള്ള M.Pharm അല്ലെങ്കിൽ ഫാം ഡി ഉള്ള ആൾക്കാർ പങ്കെടുക്കും. അതിൻ്റെ കൂടെ ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ഉണ്ടാവും. ഹോമിയോപ്പതിയിലെ നമ്മുടെ എന്താ പറയുക ഹെർബേറിയം, അങ്ങനെ പല പ്ലാന്റ് ബേസ്ഡ് മെഡിസിൻസ്, അങ്ങനത്തെ ഒക്കെ. ഇപ്പൊ നമ്മള് പ്ലാന്റ് കെമിസ്ട്രി, അങ്ങനെയൊക്കെ ഒരുപാട് രീതിയിൽ ഫാർമക്കോളജി ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ഒരുമിച്ച് നിങ്ങളുടെ പബ്ലിക്കിന്റെ മനസ്സിൽ വൈദ്യശാസ്ത്രം കമ്പാർട്ട്മെന്റലൈസ്ഡ് ആണെങ്കിലും ഈ വൈദ്യശാസ്ത്രങ്ങളെ ഒക്കെ തന്നെ അടിയിലൂടെ കണക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ നമ്മുടെ മെഡിസിൻസിലൊക്കെ തന്നെ ഇപ്പം ആയുർവേദം എന്ന് പറയുന്നത് പ്ലാന്റ് കെമിസ്ട്രി അത് ആയിട്ട് ഇൻവോൾവ് ചെയ്യുമ്പോൾ അത് വന്നു. ഇപ്പൊ മോഡേൺ മെഡിസിനിൽ തന്നെ മോഡേൺ മെഡിസിൻ എന്ന് നമ്മൾ മനസ്സിൽ വേറൊരു രീതിയിലാക്കി വെച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ബയോമോളിക്കുലർ മെഡിസിൻ എന്ന് പറയുന്നത് മാത്രമാണ് മറ്റൊരു പ്ലാറ്റ്ഫോം. ബാക്കിയെല്ലാം തന്നെ മോഡേൺ മെഡിസിനിന്റെ പടർന്നു കിടക്കുന്ന അവരുടെ അസിസ്റ്റഡ് സിസ്റ്റംസ്. ഫോർ എക്സാമ്പിൾ ഇപ്പം നഴ്സിംഗ് ആവട്ടെ, റേഡിയോ, അങ്ങനെ പല മേഖലകളിൽ, ഇപ്പൊ ഫാർമസി മേഖലയിൽ അവര് മറ്റ് ഇപ്പം M.Pharm ഒക്കെ പറഞ്ഞ ആൾക്കാർ അവർ മറ്റു മേഖലകളുമായിട്ട് വെൽ കണക്റ്റഡ് തന്നെയാണ്. അത്തരം ആൾക്കാരെ കണ്ടെത്തി അവരിലൂടെ ഈ ഇത്തരം അവരുടെ ഒരു ഫാർമക്കോളജിയുടെ അക്സെപ്റ്റൻസ് ഈ ഒരു മേഖലകളിൽ കൂടുതലുണ്ട്, ഓൾറെഡി ഉണ്ട്. അത് ഒന്നുകൂടി റിന്യൂഡ് ആയിട്ട് ഉണ്ടാക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമും കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഫാർമക്കോഗ്നോസി എന്ന് പറഞ്ഞ മേഖലയിൽ ഒരു മേജർ ഇവന്റ് ഞങ്ങൾ അതിന്റെ ഫണ്ടിങ്ങും എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്തുകൊണ്ട് ഗ്ലോബൽ ഹോമിയോപ്പതി ഫൗണ്ടേഷൻ ആണ് അതിന് ഇനിഷ്യേറ്റീവ് കൊടുക്കുന്നത്. ഓക്കെ, വെരി നൈസ്. സോ ഞാൻ എന്തായാലും ഈ ഒരു ഏതൊരു ഇൻഡസ്ട്രിയുടെയും ഏതൊരു ബിസിനസ് സംവിധാനത്തിന്റെയും അടിസ്ഥാനപരമായിട്ട് അതിന്റെ സക്സസിന് പുറകിൽ വേണ്ടത് ആ ഒരു സ്ഥാപനത്തിനോടുള്ള ആളുകളുടെ ട്രസ്റ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളിപ്പോൾ ഐഫോൺ എന്നുള്ളൊരു ഫോൺ നമ്മൾ മേടിക്കുന്നത്, അല്ലെങ്കിൽ ആപ്പിളിന്റെ ഏത് പ്രോഡക്റ്റും നമ്മൾ മേടിക്കുന്നത്, അവിടെ നമുക്കുള്ളൊരു ട്രസ്റ്റ് ആണ്. ഇപ്പോൾ ഡോക്ടർ ശ്രീവൽസ് മേനോന്റെ ക്ലിനിക്കിൽ ആളുകൾ വന്ന് ക്യൂ ഇരിക്കുന്നുണ്ട്, ഡോക്ടറെ കാണാൻ ടോക്കൺ എടുത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ട്രസ്റ്റ് ഫാക്ടർ ഉള്ളതുകൊണ്ടാണ്, അല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ. സോ എനിക്ക് തോന്നുന്നത് ട്രസ്റ്റിന്റെ കാര്യത്തിൽ ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉള്ള, ചെറുതെന്ന് പറയാൻ പറ്റില്ല, ഒരു പരിധി വരെ കുറച്ചധികം വലിയ ഇഷ്യൂസും കൺസേണും ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു ഏരിയ തന്നെയാണ് ഹെൽത്ത് ഇൻഡസ്ട്രി എന്നുള്ളത്. വേദനയുള്ള കാര്യമാണ് എങ്കിൽ പോലും ഞാൻ അവിടെ കാണുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ബിക്കോസ് ഇത് തന്നെ വലിയൊരു USP ആണ്. നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഒരു സ്ഥാപനം, സംവിധാനം, ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾ ആദ്യം തന്നെ മനസ്സിൽ അടിയുറച്ച് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടത് ട്രസ്റ്റ് വർത്തി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബിക്കോസ് അതിന്റെ ചെറിയൊരു ലാക്ക് അവിടെയും ഇവിടെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇയാൾക്ക് മറ്റൊന്നും നോക്കണ്ട, അതിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ജനങ്ങൾക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമായിട്ട് അതിനെ വളർത്തുക എന്നുള്ളതാണ്. സോ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഡോക്ടറുടെ സംവിധാനങ്ങൾക്കൊക്കെ നല്ലൊരു സക്സസിലൂടെ ഈ ജേണി നടത്താൻ പറ്റുന്നതും 15ഓളം രാജ്യങ്ങളിൽ അത് സ്പ്രെഡ് ചെയ്തിരിക്കുന്നതും ഒക്കെ അതിനൊക്കെ റീസൺ ഡെഫിനറ്റ്ലി ഐ ബിലീവ് ദാറ്റ് യു ആർ മെയിൻറ്റെയിനിങ് ദാറ്റ് ട്രസ്റ്റ്. ആൻഡ് വാട്ട് ഐ ആം റെക്കമെൻഡ് ടു ഓൾ ദോസ് ഹു ആർ എൻട്രിങ് ടു ദിസ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി, ഈ ഒരു USP, ഈ ഒരു ട്രസ്റ്റ് എന്നുള്ളതിനെ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ തന്നെ നിങ്ങളുടെ ആരംഭിച്ചതും ട്രസ്റ്റിലാണ്, അല്ലേ? അതെ അതെ. സോ എനിക്ക് അടുത്തായിട്ട് ചോദിക്കാനുള്ളത്, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഒരു സംവിധാനം തുടങ്ങുമ്പോൾ അതിപ്പോ താങ്കളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു പുറത്തും ബാംഗ്ലൂരും ദുബായിലൊക്കെ സംവിധാനങ്ങളുണ്ട്, ഓണ്ടർപ്രൈസസ് ഉണ്ടാവാം. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നമ്മൾ സാധാരണ ഒരു ഗ്രോസറി തുടങ്ങുന്ന പോലെ നമുക്ക് അങ്ങോട്ട് തുടങ്ങാൻ പറ്റില്ലല്ലോ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ. അതിന്റെ ഒരു ലീഗൽ സൈഡിനെ കുറിച്ച് ഒന്ന് പറയാമോ? നമ്മളത് ടച്ച് ചെയ്തോന്ന് എനിക്ക് സംശയമുണ്ട്. തീർച്ചയായും. നമുക്ക് പല ലെവൽസിൽ കുറച്ച് ഡിഫറൻഷ്യൽ ആയിട്ടുള്ള നിയമങ്ങളാണ്. ഓരോരുത്തർക്കും കുറച്ച് വ്യത്യാസമുണ്ടാകും. ഇപ്പം മോഡേൺ മെഡിസിന്റെ ആയിരിക്കില്ല ഹോമിയോപ്പതി സെക്ടറിലും,
അങ്ങനെ ഇൻഡിപെൻഡന്റ്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുമിച്ച് ഇന്റർ ഡിസിപ്ലിനറി സിസ്റ്റത്തിനെ അലൗ ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇപ്പൊ GCC മിക്ക രാജ്യങ്ങളും അങ്ങനെയാണ് ചെയ്യുന്നത്. ഇന്ത്യ കുറച്ചുകൂടി ഒരു ഡിഫറെന്റ് ഫോമാറ്റ് ആണ്. ഇന്ത്യയിൽ കുറച്ചും കൂടി ലിബറൽ ആണ് ഇത്തരം നിയമങ്ങൾ. പക്ഷെ GCC പോലെ കുറച്ചും കൂടി നിയമങ്ങൾ, ഞാൻ ആദ്യം GCC കുറിച്ച് പറയണോ ഇന്ത്യയെ കുറിച്ച് പറയണോ? ഷുഡ് ഐ സ്റ്റാർട്ട് വിത്ത്? I think you can start as you wish, no issues. ഓക്കെ. അപ്പം അവിടെ ആണെങ്കിൽ നമുക്ക് ഒരു ഡോക്ടറിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് അവിടെ രജിസ്ട്രേഷൻ എടുത്തിട്ട് അവർ അതിൽ പിന്നെ ഒരു എന്റർപ്രണർഷിപ്പിന്റെ ഒരു കാര്യം വരുന്നില്ല, എന്റർപ്രണർഷിപ്പ് വരുന്നില്ല. ദാറ്റ്സ് ബേസിക്കലി ഒരാൾ ജോയിൻ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഒരാൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നത് എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു ഹോമിയോപ്പതിക് ക്ലിനിക് ആണ് തുടങ്ങേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ ഒരു മോഡേൺ മെഡിസിൻ ക്ലിനിക് ആണ് തുടങ്ങേണ്ടതെങ്കിൽ, വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ഇസ് ഒരു സീനിയർ, ഒരു കാറ്റഗറി, ഹയർ കാറ്റഗറി ലൈസൻസിങ് നടന്നിട്ടുള്ള ഒരു ഡോക്ടറെ വെച്ചിട്ട് മാത്രമേ അവിടെ സാധിക്കൂ ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് ഒരു കോമൺ ഒരു ക്ലസ്റ്റർ പോലെ എല്ലാം ഉള്ള ഒരു സെറ്റപ്പിൽ നമുക്ക് അതിലേക്ക് ഒരു സീനിയർ ഡോക്ടർ ഉണ്ട്. ഒരാളുടെ പേരിൽ പ്രൈമറി ലൈസൻസിങ് നടന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരെയും നമുക്ക് അതിൽ ഇൻവോൾവ് ചെയ്യാനും സെപ്പറേറ്റ് കാറ്റഗറി ആയിട്ട് അല്ലെങ്കിൽ ലൈസൻസിങ് എടുക്കാനും ഒക്കെ സാധിക്കും. ആൻഡ് ദാറ്റ് ഇസ് നോട്ട് എ ബിഗ് ഡീൽ. ഇത് കുറച്ചും കൂടി കൂടുതൽ ലിബറൽ ആണ് GCC, പ്രത്യേകിച്ച് UAE എന്നാണ് ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ദുബായ് സെക്ടറിൽ ഞാൻ മനസ്സിലാക്കുന്നത് DHA, ദുബായ് ഹെൽത്ത് അതോറിറ്റി, ദുബായ് ഹെൽത്ത് കെയർ സിറ്റി ഓൾമോസ്റ്റ് അത് എൻറ്റയർ ദുബായിയെ തന്നെ ടേക്ക് ഓവർ ചെയ്തിട്ടുള്ള ഒരു രീതിയിൽ ഒരു ഫോമാറ്റ് ചേഞ്ച് അവിടെ നടന്നിരിക്കുന്നു. ഇപ്പോൾ കുറച്ചും കൂടെ മറ്റു ഇന്റർനാഷണൽ ഡോക്ടേഴ്സിന് വന്നിട്ട് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഉള്ള സിറ്റുവേഷൻ കുറച്ചും കൂടി ഈസിയർ ആണ്. അവർ വളരെ സിംപ്ലർ ആയിട്ടുള്ള പ്രോസസ്സിലൂടെ കടന്നു പോയാൽ മതി എന്ന് മനസ്സിലാക്കും. അതുപോലെ തന്നെ ആയുർവേദ സെക്ടറിൽ ഓരോരുത്തർക്കും അവർക്ക് കുറച്ച് ചെക്സ് ആൻഡ് ബൗൺസ്, അവരുടെ എക്സാമിനേഷൻസും അവരുടെ ക്വാളിറ്റി കൺട്രോളിനെ കുറിച്ചും ഒക്കെയുള്ള ചെക്കിംഗ് ഒക്കെ എനിക്ക് തോന്നുന്നത് ഓരോ പീരീഡ് ഓഫ് ടൈം UAE പോലത്തെ ഒരു രാജ്യം ഈ ഓരോ സെഗ്മെന്റിലും എന്ത് പരിശോധിക്കണം, ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ന് അവർ അതിൽ വളരെ ഹയർ പോസ്റ്റിൽ കുറെ ഇന്ത്യക്കാരിരിക്കുന്നത് കൊണ്ട് കൂടി ആയിരിക്കാം. ഇപ്പം ഞാൻ അറിയുന്ന 1-2 പേരൊക്കെ മുംബൈയിൽ നിന്ന് വന്നിരുന്ന നേരത്തെ ഹോമിയോപ്പതിയുടെ മാത്രം കൈകാര്യം ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾ ഇന്ന് മൊത്തത്തിൽ ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ ഒക്കെ ഒരു വളരെ പ്രീമിയം റോളിലുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒക്കെ ഒരു നോളജ് വെച്ചിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് അവർക്ക് വളരെ ഡീപ്പ് ആയിട്ടുള്ള നോളജ് ഓരോന്നിനെ കുറിച്ച് ഉള്ളത് കൊണ്ട് ആർക്കെങ്കിലും വന്ന് എന്തെങ്കിലും രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കില്ല. കുറെ കൂടെ വളരെ സുതാര്യതയോടുകൂടി അവർക്ക് ഏത് പ്രോബ്ലമാണ്, ഏത് സ്ഥലമാണ് അപകടം വരിക എന്ന് കൃത്യമായി അറിയുന്നതുകൊണ്ട് അതിനുള്ള ലോ മേക്കിംഗ് ഒക്കെ. പക്ഷെ എന്നാലും ഒരു എന്റർപ്രണർ, ഇപ്പൊ നമ്മൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അവിടെ ഒരു പ്രസ്ഥാനം തുടങ്ങണമെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല പരിചയമുള്ള ഒരു സീനിയർ ഡോക്ടർ ഇന്ത്യയിൽ നിന്ന് വന്ന് അവിടെ ലൈസൻസ്ഡ് ആവാൻ തയ്യാറാണെങ്കിൽ, ഇപ്പൊ ഓൾറെഡി ഉള്ള ഡോക്ടേഴ്സ് ഷിഫ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവരായാലും അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ഒരു 2-3 മാസം കൊണ്ട് നടത്തിയെടുക്കാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതിന് വലിയൊരു കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അത് നല്ലൊരു സ്ഥലം കണ്ടെത്തി നല്ലൊരു രീതിയിൽ അത് കൃത്യമായി അതിന്റെ ഗൈഡൻസും ഒക്കെ തന്നെ കിട്ടും. ഇന്ന് DHAയുടെ ഒക്കെ ഒരു അപ്രോച്ച് വളരെ ഞാൻ ഒരിക്കലും അവിടെ ഈ അടുത്ത് ഹെൽത്ത് അതോറിറ്റിയുടെ ഓഫീസിൽ പോയിരുന്ന സമയത്ത് എനിക്ക് തോന്നിയത് ഏതൊരു രാജ്യത്തെക്കാളും, ഞാൻ മറ്റു പല രാജ്യങ്ങളും പോയിട്ടുണ്ട്, അതിനേക്കാളും ഒക്കെ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ബിഗിനർ, ഒന്നും അറിയാത്ത ഒരാൾക്ക് പോലും എല്ലാ കാര്യങ്ങളും ചെയ്തു തരികയും കൊടുക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. പിന്നെ ബാക്കിയുള്ള നമ്മൾ ആരെ തിരഞ്ഞെടുക്കുന്നു, അതെങ്ങനെ ആ ഡോക്ടറിനും നിങ്ങൾ ഇനീഷ്യലി ഒരു പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഡോക്ടറിലും നല്ലൊരു ഐഡിയ ഉള്ള ഒരാളും അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ തിരിച്ച്, പിന്നെ യു ഹാവ് കൺസൾട്ടൻസ് ഓൾസോ. ക്വാളിറ്റി അക്രഡിറ്റേഷനിലും നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യണം. പിന്നെ ഏറ്റവും നമ്മൾ എവിടെ ചെയ്യുന്നത്, ഇപ്പൊ ദുബായിലാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ക്വാളിറ്റി കൺട്രോൾ വിൽ ബി വെരി കുറെ അധികം കാര്യങ്ങൾ കുറച്ചും കൂടെ റൂൾസ് കുറച്ചും കൂടെ ഇംപ്ലൈഡ് ആയിരിക്കും. ഔട്ടർ മറ്റുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അതിനനുസരിച്ച് ആ ഒരു സ്ഥലങ്ങളുടെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ തന്നെ ഐ തിങ്ക് ഇന്നത്തെ ഒരു അടുത്ത 10 വർഷത്തേക്കെങ്കിലും പ്രത്യേകിച്ച് UAE GCC റീജിയനിലൊക്കെ ഒരു പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ, ഇപ്പം UAE അങ്ങനെ ഏറ്റവും കൂടുതൽ ഇതര വൈദ്യശാസ്ത്രങ്ങളും മറ്റു വൈദ്യശാസ്ത്രങ്ങളും കൂടുതൽ പ്രോമിനന്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, ഇപ്പൊ ഈവൻ സൗദി ഫോർ ദാറ്റ് മാറ്റർ, അവിടെയൊക്കെ തന്നെ അടുത്ത ഒരു 10 വർഷത്തിലും ഒരു ആരോഗ്യ സ്ഥാപനം പോലും ഫെയിൽ ആവില്ല. ഒരു ആരോഗ്യ സ്ഥാപനം പോലും ഫെയിൽ ആവാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നു. കാരണം അത് ഒരുപാട് വലിയ, പിന്നെ ഞാൻ പറയാം, ഒരു എത്തിക്കലായിട്ട് മാത്രമേ വളരാവൂ ഒരു ഇൻസിസ്റ്റൻസ് ഞാൻ പറയും. കാരണം എത്തിക്കൽ അല്ലാതെ വളരുന്നവർ എന്നും ഒരു മുൾമനയിൽ തന്നെയായിരിക്കും. ഒരു എത്തിക്കൽ അല്ലാതെ സ്റ്റാർട്ട് ചെയ്യുന്നവരും എത്തിക്കൽ അല്ലാത്ത ഡോക്ടേഴ്സിനെ ഹോസ്റ്റ് ചെയ്ത് തുടങ്ങുന്നവരും ഒരു ചെറിയ കാര്യമല്ലേ പോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു സമീപനം ഉണ്ടാവരുതെന്ന് ഞാൻ പറയാം. കാരണം ഒരു പേര് നഷ്ടപ്പെടാനും ചീത്തയാവാനും ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റൻസ് മാത്രം മതി. അപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും ഒടുവിലായി പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു മാറ്ററിൽ വളരെ ക്ലീനായി, നീറ്റായി, വളരെ സത്യസന്ധമായി ഒരു ഡെലിവറി ഓഫ് ഡോക്ടർ അല്ലെങ്കിൽ ആ ഓണറിന്റെ പ്രയോറിറ്റീസ്, ആ സ്ഥാപനത്തിന്റെ ലീഗൽ സാങ്ഷൻസ്, ഇത്തരം എല്ലാ കാര്യങ്ങളും വളരെ ഡീസെന്റായി, വളരെ അത് വേണ്ട രീതിയിൽ ആ ലോ ഓഫ് ദി ലാൻഡിന് ഉതകുന്ന രീതിയിൽ ചെയ്താൽ തന്നെ മറ്റേത്
ഇൻവെസ്റ്റ്മെന്റുകളെക്കാളും നല്ല റിട്ടേൺസ് തരുന്ന ഒരു മേഖലയാണ് ഹെൽത്ത് കെയർ. ഒരു അത്യാഗ്രഹം കൊണ്ട് മാത്രമാണ് പലരും മറ്റൊരു തലത്തിൽ പോകുന്നതും അങ്ങനെയായിരുന്നു. എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു പെർസെപ്ഷനാണ്. കാരണം ഞാൻ ഒന്നുമല്ലാത്തടത്ത് ഇന്നിപ്പോ ഇത്രയും ആയിട്ടുണ്ടെങ്കിൽ വളരെ എന്താ പറയാ ട്രാൻസ്പാരന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യും. ഒരു തരത്തിലുള്ള ഒരു മിസ്അപ്രോപ്രിയേഷനോ ഇല്ലാതെയാണ് വളർന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നമുക്ക് വളരാമെങ്കിൽ നമ്മളൊരു ഒരു ഒരു 10 രാത്രികൾ കൊണ്ട് മറ്റേതോ ലെവലിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടാവണം എന്നൊക്കെയുള്ള ഒരു ഗ്രീഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത്തരം ഇതിലേക്ക് പോകുള്ളൂ. അത് വളരെ അപകടമായിരിക്കും ഒരു സംശയമില്ല. ഓക്കെ, നമ്മൾ ഇന്ത്യയെ കുറിച്ച് പറഞ്ഞു. ഇന്ത്യയിൽ സംവിധാനം തുടങ്ങുന്നതിന്റെ ലീഗൽ സൈഡിനെ കുറിച്ച് പറഞ്ഞു ഡോക്ടർ. ഇല്ല, ഞാൻ ഇന്ത്യയിൽ കുറച്ച് ഇപ്പൊ ഇന്ത്യയിൽ ഏറ്റവും ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ കേരളത്തിലൊക്കെ ഒരു ഹെൽത്ത് കെയർ എന്റർപ്രൈസ് തുടങ്ങുകയാണെങ്കിൽ അതിന് നമുക്ക് തുടക്കം മുതൽ തന്നെ കൺസൾട്ടൻസ് ഉണ്ട്. അതിന് ഇപ്പം നമുക്ക് ക്വാളിറ്റി അക്രഡിറ്റേഷൻ വേണം. ഇന്ത്യ മറ്റൊരു ലെവലിലേക്ക് പോയി തുടങ്ങിയിരിക്കുന്നു. കാരണം ഇപ്പോൾ ഈ അക്രഡിറ്റേഷൻ ഒക്കെ ഉണ്ടോ എന്ന് നോക്കി ജനങ്ങൾ പോകുന്ന ഒരു ലെവലിലേക്ക് എല്ലാ സെക്ടറും, ആരോഗ്യ സെക്ടർ പ്രത്യേകിച്ചും അതിലേക്ക് ISO നോക്കുന്നത് പോലെ, അതിൽ ISO ഉണ്ടോ നമ്മൾ നോക്കുന്ന പോലെ ആരോഗ്യരംഗത്ത് നമുക്ക് എന്തെങ്കിലും അങ്ങനത്തെ അക്രഡിറ്റേഷൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കി പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി തുടങ്ങും. പ്രത്യേകിച്ച് കൊച്ചിയൊക്കെയുള്ള ഞങ്ങളുടെ തന്നെ എയിംസ് ഹോമിയോപ്പതി എന്ന് പറയുന്ന കൊച്ചി ബ്രാഞ്ച്, പനമ്പള്ളി നഗറിലുള്ള ബ്രാഞ്ച് ഇന്ത്യയിലെ ആദ്യത്തെ ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് ആണ് വിത്ത് NABHന്റെ അക്രഡിറ്റേഷൻ ഉള്ളത്. ഞങ്ങളത് തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ ഇത്തരം കാര്യങ്ങൾ ഇനി ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ എല്ലാ സെന്ററുകളിലും ഈ NABH പോലത്തെ അക്രഡിറ്റേഷൻസ് വേണ്ടി വരും എന്നതിൽ യാതൊരു സംശയമില്ല. കേരളം സ്വന്തമായിട്ട് കേരളത്തിന്റെ തന്നെ ഒരു അക്രഡിറ്റേഷൻ തുടങ്ങിയിട്ടുണ്ട്, കാഷ് എന്ന് പറയും, KASH. ഞാൻ അതിന്റെ അഡ്വൈസറി ബോഡി മെമ്പറാണ്. കാരണം ഞാൻ NABHന്റെ ടെക്നിക്കൽ കമ്മിറ്റി മെമ്പറും പ്രിൻസിപ്പൽ അസസറും ഒക്കെ ആയിരുന്നു. TC മെമ്പർ നേരത്തെ ആയിരുന്നു, ഇപ്പം പ്രിൻസിപ്പൽ അസസറാണ് കഴിഞ്ഞ 12 വർഷമായിരുന്നു. അപ്പം ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ നോഹവ് വെച്ചിട്ടുകൊണ്ട് നമുക്കത് ആദ്യം സാധിച്ചു. കാരണം ഒരു എന്താ പറയാ നമുക്കൊരു കൺസൾട്ടന്റ് വേണ്ടി വന്നില്ല, അല്ലാതെ തന്നെ നമുക്കത് അറിയാമായിരുന്നു അതെങ്ങനെയാ. ഇനിയിപ്പോ എല്ലാവരും തന്നെ ആ ഒരു മേഖല പിന്തുടരും, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഉറപ്പാണ്. കേരളത്തിൽ നമ്മൾ തുടങ്ങുമ്പോൾ, കേരളത്തിൽ അല്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യയിൽ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ നോക്കേണ്ടത്, നമുക്ക് ഒന്നുകിൽ നമ്മൾ ഇത്തരം ഫെസിലിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളിൽ വളരെ ഉൾനാടുകൾ പോയി കുറവാണ്, എന്നാലും കേരളത്തിൽ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ കേരളം പോലെയുള്ള കുറച്ച് സംസ്ഥാനങ്ങൾ ബുദ്ധിമുട്ടാണ്. മറ്റു സ്ഥലങ്ങളിൽ ഇത്തരം ഹോസ്പിറ്റലുകളും ഒക്കെ തന്നെ എവിടെ വന്നാലും എവിടെ തുടങ്ങിയാലും അതിലൊന്നും കാരണം അത്രയ്ക്ക് ജനങ്ങൾ പെരുകുകയും കൂടുതൽ അർബനൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് ഓർക്കണം. അപ്പോൾ എവിടെ നമ്മൾ ചൂസ് ചെയ്താലും അതിന് ആ രാജ്യത്തെ നിയമസാധ്യതകളും അവിടെ നമുക്കുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അറിവും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ എവിടെ തുടങ്ങിയാലും അതൊരു നല്ല കാര്യമായിരിക്കും. അത് എന്തായാലും ഗ്രോ ചെയ്യുന്ന ഉറപ്പാണ്. ഹെൽത്ത് കെയർ സെഗ്മെന്റ് ഒരു എത്തിക്കലായിട്ട് നടത്തിയാൽ വളരെ പെട്ടെന്ന് നമുക്കൊരു കൊള്ളലാഭമൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രം. വളരെ വലിയൊരു രീതിയിൽ അത്തരമൊന്നും ആഗ്രഹം മനസ്സിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് ഒരു 2-3 വർഷം കൊണ്ട് നന്നായി വളരാം എന്നൊരു പെർസ്പെക്റ്റീവിൽ പോവുകയാണെങ്കിൽ തീർച്ചയായും വളരും, ഒരു സംശയവും വേണ്ട. പക്ഷെ ഈ കേരളം പോലത്തെ സ്ഥലങ്ങളിൽ കുറച്ചുകൂടി നമ്മളൊരു വളരെ ഇന്റലിജന്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് തകർന്നു പോകും. കാരണം അത്രമാത്രം കോമ്പറ്റീഷൻ ഉള്ള ആരോഗ്യരംഗത്തുള്ള ഒരു മേഖലയാണ് കേരളം. കാരണം കേരളം അത്രയും എന്താ പറയാ, ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ, രോഗികളുടെ അവബോധം, പിന്നെ അത്ര ചെറിയൊരു സംസ്ഥാനമാണ്. വളരെ ഓൾമോസ്റ്റ് ഒരു പട്ടണങ്ങളുടെ ഒരു നിരയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനിടയിലുള്ള സ്ഥലങ്ങൾ കുറവാണ്. എല്ലാ സ്ഥലങ്ങളിലേക്കും ആരോഗ്യരംഗം എത്തിയിരിക്കുന്നു. സർക്കാർ സംവിധാനം ആരോഗ്യത്തിന്റെ മറ്റേതൊരു സംസ്ഥാനവുമായിട്ടും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. ഏകദേശം 2500-ഓളം 3000-നടുത്ത് സർക്കാർ ഡിസ്പെൻസറികളുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും ഒരു സർജ്ഡ് ആണ്. പക്ഷെ ഒരുപാട് സംസ്ഥാനങ്ങൾ, ഇപ്പൊ ബാംഗ്ലൂരിന്റെ ഔട്ട്സ്കേർട്സിലൊക്കെ ഇപ്പോഴും പുതിയ ക്ലിനിക്കുകൾ, ഞാൻ ഓരോ റോട്ടിലൊക്കെ പോകുമ്പോൾ ഓരോ സ്ഥലങ്ങളിലും പുതിയ ഹോസ്പിറ്റൽസും പുതിയ ക്ലിനിക്സും വരുന്നത് കാണാം. സോ എത്തിക്കലി ഐ തിങ്ക് ഇന്ന് ഇന്ത്യ വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുകയും വളരെ ഒരു ഡെവലപ്പിംഗിൽ നിന്നും ഒരു ഡെവലപ്പ് കൺട്രിയിലേക്ക് പോകുന്ന ആ ഒരു വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതീതി ഇന്ത്യയിലുണ്ട്. കാരണം ഗ്ലോബലിയും അത്തരം ഒരു പ്രതീതിയുണ്ട്. ആ പ്രതീതി ഒരു പക്ഷേ അത് ഗ്രാസ് റൂട്ട് ലെവലിൽ സത്യമാണെങ്കിൽ അത് ദാറ്റ് മീൻസ് നമ്മൾ ഈ ഒരു സമയത്ത് എന്റർപ്രണർഷിപ്പിനോട് ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിനോട് കാര്യങ്ങൾ ചെയ്യുന്ന ഏതൊരാളും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കും ഇന്ത്യൻ ഗ്രോത്തിന്റെ ഒരു പാർട്ടായി മാറാൻ ശ്രമിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഐ തിങ്ക് ദിസ് മസ്റ്റ് ബി എ ചോയ്സ് പോയിന്റ്. കാരണം പല സ്ഥലങ്ങളും പല രാജ്യങ്ങളും ഒരു പരിധിവരെ സാച്ചുറേറ്റഡ് ആണ്. ഇന്ത്യ ഒരു ഗ്രോയിങ് മോഡിൽ, ഇപ്പൊ കേരളത്തിനെ പറ്റി ഞാൻ അത്ര പറയില്ലെങ്കിൽ മറ്റ് സംസ്ഥാനം, കേരളം ഓൾമോസ്റ്റ് സാച്ചുറേറ്റഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. മറ്റ് സംസ്ഥാനങ്ങൾ ഐ തിങ്ക് അതിലേക്കാണ് നമ്മൾ കൂടുതലും നോക്കേണ്ടത് എന്ന് തോന്നുന്നു. ഓക്കെ. ഇന്ന് ശരിക്കും എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഡോക്ടർ.
സാധാരണ ഞാൻ അവസാനം ഒരു 10-20 മിനിറ്റ് ആളുകളോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതൊക്കെ മറന്നുപോയി നമ്മുടെ സംസാരത്തിനിടയിൽ. ടൈം ഈസ് അപ്പ് എനിവേ. സോ എനി ക്വസ്റ്റ്യൻസ് ഫ്രം മെനി ഓഫ് മൈ ഫ്രണ്ട്സ്? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നമ്മുടെ സമയം അപ്പാണ് എങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ഈ ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഓണ്ടർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഡിസ്കഷൻ പോയിന്റ്. യെസ്, സൂര്യ തോമസ്, പ്ലീസ് ചോദിച്ചോളൂ. Hi, good morning. Actually, Sreevals is my senior. He was my senior in Fathermullas. I was into physiotherapy and he was in homeopathy. Hi, Sreevals. Hi, Surya. Thanks for being here. Yeah, actually late ആയിട്ടാണ് ഇതിന്റെ ഇൻഫർമേഷൻ FB-യിൽ കണ്ടത്. എന്നാലും ഞാൻ പെട്ടെന്ന് കയറി, അതുകൊണ്ട് ആദ്യത്തെ കുറച്ച് ഭാഗം മിസ്സായി. സോ ഇപ്പൊ ഞങ്ങളെ പോലുള്ളവർ ഇപ്പൊ ഗൾഫിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ നമ്മള് തിരിച്ച് നാട്ടിൽ വന്ന് സെറ്റിൽ ആകണമെന്ന് ആഗ്രഹമുള്ള കൂട്ടത്തില്. അപ്പം അവിടെ വന്ന് ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ഒരു ഡ്രീം ഉണ്ട്. അപ്പം അത് ഡ്രീമായിട്ട് തന്നെ നിലനിൽക്കുക. പക്ഷെ അതിനുള്ള പോസിബിലിറ്റീസ് എന്താണ്, അപ്പൊ അതിന്റെ നിയമവശങ്ങളും ഒക്കെ, അതിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാനല്ല, എന്നാലും എന്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ കെയർഫുൾ ആകേണ്ടത് അവിടെ വന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പം? ഇപ്പൊ പറഞ്ഞ പോലെ ഒരു ട്രസ്റ്റ് പേഷ്യൻസിന് നമ്മൾ ഉണ്ടാക്കണം, അത് തീർച്ചയായിട്ടും ഉണ്ട്. അതല്ലാതെ എന്താണ് ഒന്ന് ചുരുക്കമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്ന് പറയാമോ? സൂര്യ, ഹായ്. കുറെ കാലത്തിന് ശേഷമാണ് സംസാരിക്കുന്നത് അല്ലേ? ക്യാമ്പസിന് ശേഷം തന്നെ സംസാരിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഫേസ്ബുക്കിലും ഒക്കെ സൂര്യ, കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, നമ്മുടെ എനിക്ക് തോന്നുന്നത് കേരളത്തില് ഐ തിങ്ക് ദ മോസ്റ്റ് important priority of all this. I think ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോൾ GCC-ലൊക്കെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് യു നോ ഹൗ ടു കംപ്ലൈ വിത്ത് റെഗുലേഷൻസ്, ലോ ഓഫ് ദ ലാൻഡ്, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് നന്നായി അറിയുന്നുണ്ടാവും. ഇറ്റ് വിൽ ബി എ ലിറ്റിൽ, അതിന്റെ എക്സ്പോസ്ഡ് ഓൾറെഡി നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ വാട്ട് യു നീഡ് ടു, ലൊക്കേഷൻ ഓഫ് ദ പ്ലേസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ആ സ്ഥലത്തിനെ ലൊക്കേറ്റ് ചെയ്ത് കണ്ടെത്തുന്നത് ഒരു ദാറ്റ് വിൽ ബി ദ മോസ്റ്റ് ക്രൂഷ്യൽ തിങ്. ആൾക്കാരുടെ ആക്സസിബിലിറ്റി, ഒരു ഫ്യൂച്ചർ ഗ്രോത്ത് ഉള്ള ഏരിയ ആണോ? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ ട്രാൻസ്പെറന്റ്. ഇഫ് യു ആർ സ്റ്റാർട്ടിങ് എ റീഹാബിലിറ്റേഷൻ സെന്റർ, അപ്പൊ അതായിരിക്കുമല്ലോ മോസ്റ്റ്ലി സൂര്യ നോക്കുന്നുണ്ടാവും അല്ലെ? ഒരു റീഹാബിലിറ്റേഷൻ ബേസ്ഡ് സെന്റർ ആയിരിക്കില്ലേ? അതോ യു ആർ ഗോയിങ് ഫോർ പോളിക്ലിനിക്, എങ്ങനത്തെ ഒരു എൻവയൺമെന്റ് ആയിരിക്കും? അല്ല, ഫസ്റ്റ് ചിന്തിക്കുന്നത് ഒരു ചെറിയ ക്ലിനിക്ക് തന്നെയാണ്. കാരണം അങ്ങ് ഏറ്റവും വലുതായിട്ട് ഒരു റീഹാബ് സെന്ററിലേക്ക് ആദ്യമേ പോകാനല്ല. ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ ഉള്ള ആൾക്കാർക്ക് നമ്മളെ അറിയില്ലല്ലോ, അറിഞ്ഞു വരണമല്ലോ. എന്നിട്ട് അതിനോട് ചേർന്നിട്ട് ഫേസ് 2 അതിൽ റീഹാബിലേക്ക് പോകാൻ വേണ്ടി അല്ലെ? അപ്പം ദാറ്റ് മീൻസ് ഒരു കുറച്ച് നല്ല ഒരു പ്രൈമറി ഫെസിലിറ്റീസ് ഒക്കെ അത്രയധികം സർപ്ലസ് അല്ലാത്ത ഒരു സ്ഥലങ്ങളിലേക്ക് ഒന്ന് കുറച്ച് മാറി ഒരു ന്യൂ അർബനൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയിലേക്ക് ഒരു ഭാഗം അതായിരിക്കണം. മറ്റൊരു ഭാഗത്ത് ഒരു സൈഡ് ഓഫ് യുവർ clinic should be existing urbanized area, on the other side a fast urbanizing area. അങ്ങനത്തെ ഒരു സ്പേസിലാണെങ്കിൽ you have the past with you and you have the future with you. You got my point? അപ്പൊ on both sides you have both. Like അങ്ങനെ ഞാൻ ഇപ്പം സ്ഥലങ്ങൾ നോക്കുമ്പോൾ അങ്ങനെയാണ് സ്ഥലങ്ങള് ലൊക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത്. കാരണം ഞങ്ങള് റീസെന്റ് ഞങ്ങള് പുതിയൊരു ബ്രാഞ്ച് കൊപ്പം എന്ന് പറഞ്ഞ സ്ഥലത്ത് തുടങ്ങാനുള്ള തീരുമാനം എടുക്കാനുള്ള കാരണം അതാണ്. കൊപ്പത്തിന്റെ ഒരു ഭാഗം is upcoming, ഒരു ഭാഗം is already saturated, quite saturated. So we have a support from the saturated side as well, plus the area which actually is coming up in a big way. പാലക്കാട് അങ്ങനത്തെ ഏരിയയിലൊക്കെ കുറെ അപ്കമിങ് ആയിട്ടുള്ള കുറെ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ. അപ്പം ഒരു 10 years down the line, ഈ ഫസ്റ്റ് ഒരു 5 to 10 years നമ്മൾ ഈ ഒരു എക്സിസ്റ്റിംഗ് നിന്നാണ് നമ്മൾ കൂടുതലും നമുക്കൊരു പേഷ്യൻ ക്ലയന്റിലും ഒക്കെ ഉണ്ടാവുമെങ്കിൽ ആ ഒരു 10 years കഴിയുമ്പോഴത്തേക്കും ഐ തിങ്ക് വി ഹാവ് എ ഫ്രഷ് ഏരിയ ടു ആക്ച്വലി ഗോ വിത്ത്. അപ്പൊ ആ ഒരു രീതിയിലത്തെ ഒരു ലൊക്കേഷൻ കണ്ടെത്തുന്നതായിരിക്കും ഐ തിങ്ക് വലിയ ചാലഞ്ച്. ബാക്കിയെല്ലാം നമുക്ക് when you have a perspective, when you are ready to actually invest, when you have the regulations all known transparently on websites, when you have people to assist you as consultants on many areas, I think, and you have all these ഈ ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അവര് ഏതെങ്കിലുമൊക്കെ ബ്രാൻഡിനുമായിട്ട് നിങ്ങൾ ടൈ അപ്പ് ആയിട്ടുണ്ടെങ്കിൽ അവര് ഡോക്ടേഴ്സിനെയൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. യു ഡോണ്ട് ഹാവ് ടു ഗോ അറൌണ്ട് സെർച്ചിങ് ഫോർ ഡോക്ടേഴ്സ്. അപ്പൊ അത്തരം ആൾക്കാരെയും അപ്പോൾ അവരുടെ വർക്ക് തന്നെ അതാണ്. നമുക്ക് അവര് ഡോക്ടേഴ്സിന്റെ പൂളിൽ നിന്ന് ഡോക്ടേഴ്സിനെ നേരിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ചെയ്യുന്നത് അത്ര ഈസി ആയിരിക്കും. സോ ദേ ആക്ച്വലി യു ഹാവ് ടു പേ സംതിങ് ആൻഡ് ദേ കണക്ട് യു വിത്ത് പീപ്പിൾ ആൻഡ് അവര് ഡോക്ടേഴ്സിന്റെ ട്രാവൽ ഫെസിലിറ്റേഷൻ ഒക്കെ ചെയ്തോളൂ. അങ്ങനെയുള്ള കുറച്ച് പേരൊക്കെ ഉണ്ടെന്നാണ് ഞാൻ, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടെന്നാണ് ഞാനോട് പറയാം. കാരണം ഞാൻ ഈ മോഡേൺ മെഡിസിൻ ക്ലിനിക്സ് അങ്ങനെ അധികം സ്റ്റാർട്ട് ചെയ്യാറില്ല. അതുകൊണ്ട് എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ്. പക്ഷേ ഹോമിയോപ്പതിക് സെക്ടറിലും അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ട്രഡീഷണൽ TCIM സെക്ടറിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഡോക്ടേഴ്സിനെ നേരിട്ടും കോൺടാക്ട് ചെയ്യാനും പറ്റും. ഇൻ ദ അതർ സൈഡ്
I think there are people who are interlocutors in helping you out on these areas. I think the moment you start a clinic, polyclinic, I think they'll come to you most probably. Yeah. One more question, just that is, ഇപ്പൊ ഇവിടുന്ന് വരുമ്പോൾ നമ്മള് ചിലര് പറയും അവിടോട്ട് പെട്ടെന്ന് നാട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഉള്ള ആളുകൾക്ക് നമ്മളെ അറിയില്ല. അപ്പം is it better to work in a hospital for some time, or we can just go and by word of mouth people will come to know about us? Actually, ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യേണ്ടതിന്റെ ഒരു നീഡ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ തിങ്ക് ലാംഗ്വേജ് ഓഫ് ഹെൽത്ത് കെയർ എവരിബഡി അണ്ടർസ്റ്റാൻഡ്സ് വെരി ഈസിലി. So you can just take off because ഒരു ടൈം കൂടി വേസ്റ്റ് ചെയ്യേണ്ടെന്നാണ് ഞാൻ പറയാം. Earlier the better. പക്ഷെ അതിനുള്ള ഒരു പ്രിപ്പറേഷൻ ഒരു പോകുന്നതിന്റെ ഒരു ഫ്യൂ മന്ത്സ് മുമ്പ് ഒരു 3-4 ട്രാവൽ ചെയ്ത് ഇതിനൊരു കൺജീനിയൽ ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് ഉണ്ടാക്കി then you move in and just start it off. അത്രേ ഉള്ളൂ. Thank you so much. Thank you. Thank you very much, Surya, for your question. And definitely ഡോക്ടർ അവസാനം പറഞ്ഞ ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, നമ്മൾ ഇപ്പൊ ഡോക്ടർ സൂര്യക്ക് കൊടുത്ത ഒരു നിർദ്ദേശം, നമ്മൾ ആ സമയം കൂടി നമ്മൾ വേസ്റ്റ് ചെയ്യേണ്ട, യു കൻ ആക്ച്വലി എൻ്റർ ഇൻടു ദാറ്റ്. എനിക്ക് തോന്നുന്നു അതൊരു മൈൻഡ് സെറ്റ് ആണ്, ഒരു ഓണ്ടർപ്രണർക്ക് വേണ്ട ഒരു മൈൻഡ് സെറ്റ് ആണ്. ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ട സമയത്ത് നമ്മൾ ഒരു പക്ഷേ ആ ഓപ്പർച്യൂണിറ്റി ഉള്ളപ്പോൾ കയറി പിടിച്ചോളണം. ഓക്കെ, അതൊരു ഫണ്ടമെന്റലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ദാറ്റ് ഇസ് എ വെരി ഫൈൻ അഡ്വൈസ്. ആൻഡ് താങ്ക് യു വെരി മച്ച് സൂര്യ ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. And yes. So നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. 8 മിനിറ്റ് നമ്മൾ ലേറ്റ് ആണ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പേ ഞാൻ ഈ ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഇടുന്നുണ്ട്. 7 AM ബിസിനസ് ക്ലബിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്. നിങ്ങൾ ആദ്യമായിട്ട് ആരെങ്കിലും ഇന്നത്തെ സെഷനിൽ അറ്റൻഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ ഈ സെഷൻ ചെയ്യുന്നുണ്ട്. ബേസിക്കലി ഉദ്ദേശിക്കുന്നത് പേര് പോലെ തന്നെ ബിസിനസ്സുകാരുടെ ഒരു ക്ലബ്ബാണിത്. ഓണ്ടർപ്രണർഷിപ്പിലോട്ട് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഓൾറെഡി ബിസിനസ് ചെയ്യുന്നുണ്ട്, ബട്ട് ഇഫ് യു ആർ സ്ട്രഗ്ലിംഗ് ഓർ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ഈവൻ ബെറ്റർ ഐഡിയാസ്, അതിനൊക്കെയുള്ള കോൺവെർസേഷൻസിന്റെ പ്ലാറ്റ്ഫോമാണ്. നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിൽഡിംഗ് യുവർ ബിസിനസ് വൈൽ ബാലൻസിങ് യുവർ പേഴ്സണൽ ലൈഫ്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ബിക്കോസ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ലൈഫ് വർക്ക് ആ ഒരു ബാലൻസ് മിസ് ചെയ്യുന്നത് ഓണ്ടർപ്രണേഴ്സിന്റെ അടുത്താണ്. പക്ഷേ നിങ്ങൾ നല്ല സ്മാർട്ടായിട്ട് ഇത് ഡീൽ ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി which is actually needed also, because end of the day കോവിഡ് ഒക്കെ വന്നപ്പോൾ നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ ഹാപ്പി നമുക്ക് കിട്ടിയത് കുടുംബത്തിനോടൊപ്പം ഇരുന്നപ്പോഴാണ്. അതുകൊണ്ട് നമ്മളൊക്കെ end of the day we are in a journey towards our death, so life is also very much that is also matter. അതുകൊണ്ട് അങ്ങനെ ജേണിയിലുള്ള അത്തരം ഒരു സംവിധാനം, അങ്ങനെ ഒരു പോളിസിയിൽ ജീവിക്കുന്ന എനിക്ക് അറിയാവുന്ന ഒരു ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓണ്ടർപ്രണറാണ് നാളെ നമ്മളെ കൂടെ വരുന്നത്. അദ്ദേഹത്തിന്റെ ബിസിനസ്സും നല്ലപോലെ വളരുന്നുണ്ട്. അതേസമയം തന്നെ പുള്ളി ഇതിനോടകം തന്നെ 50-60ഓളം രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്ത് ഫാമിലിയുടെ കൂടെ ഒക്കെ നല്ല ടൈം സ്പെൻഡ് ചെയ്ത് ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. സോ ഈ ഒരു ബാലൻസിങ്ങിനെ കുറിച്ചാണ് നമുക്ക് നാളെ സംസാരിക്കാനുള്ളത്. നിങ്ങൾ എല്ലാവരെയും ഞാൻ നാളത്തെ സെഷനിലോട്ട് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഓരോ ദിവസവുമുള്ള നമ്മുടെ സെഷൻസിന്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. സോ ബിഫോർ വി വൈൻഡ് അപ്പ്, I have a question to Dr. Sreevals Menon. If you wanted to add anything at the end, എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ maybe you can take another 1 minute. I think I am done. ഒന്നും എനിക്ക് മനസ്സിലേക്ക് വരുന്നില്ല. I think I deliberated all I want. Okay. Thank you very much. And an immense gratitude from my bottom of heart for contributing your expertise, especially when I asked you some troubling questions about the industry and all. You were very open up. Thank you so much for that. And I'm sure that this video is going to be helpful for so many people who wanted to enter to the entrepreneurship in the healthcare industry. So that's a high referral. Thank you so much once again. In brackets with values and commitments in place. Yeah, definitely. Short term earning or overnight millionaire ennulla reethil allade, if they have to really want to do it in a very righteous sense, then I think my advice would be very good for them. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് അത് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് തീർച്ചയായിട്ടും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഡോക്ടറെ ഈ ഇവന്റിലോട്ട് തന്നെ ക്ഷണിച്ചത്. എനിക്ക് തന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഡോക്ടർ എനിക്ക് തന്ന നിർദ്ദേശങ്ങളൊക്കെ ഒരിക്കലും ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിലായിരുന്നില്ല, ഒരു വാല്യൂ ബേസിലായിരുന്നു. സോ ഹംബിൾ ടു ഹാവ് യു ഓൺ ബോർഡ് വിത്ത് ദിസ് 7 AM club. Thank you so much, and thank you everyone else in this platform, and see you tomorrow with another the set topic with an exciting another guest. Thank you very much. See you tomorrow. Bye bye. Thank you.